ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. എബിഡി സാറാണ്. എല്ലാ മക്കളും വെൽക്കം ചെയ്യാണ്. അടിപൊളി ഡേ ആവട്ടെ മക്കൾക്ക് എല്ലാവർക്കും. നമ്മൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ലൈവിൽ എന്ത് ചെയ്യാണ്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എത്തിയ ഉടനെ ഫ്രണ്ട്സിനൊക്കെ ലൈവിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ എണീറ്റ് ഉടനെ എന്ത് ചെയ്തിട്ട് കണ്ട് ഇപ്പോൾ പല ആളുകളും ഉറക്കത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ വന്ന ഉടനെ മക്കൾ ചെയ്യേണ്ട ഒരു കാര്യം മാക്സിമം എന്ത് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ലൈവിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും വന്ന് എന്ത് ചെയ്തിട്ട് ലൈവ് കാണട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളൊരു 6 ചാപ്റ്റേഴ്സിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എക്സാമിനേഷൻ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളെ കാത്തിരിക്കുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നേരെ ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേ? എല്ലാവരും എത്തി തുടങ്ങുന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എത്തിയോ മക്കളൊക്കെ? എത്തി തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ എത്തി തുടങ്ങുന്നേ ഉള്ളൂ മക്കളൊക്കെ, എത്തി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ഡിലേ ആക്കുന്നില്ല, നമ്മൾ നേരത്തിലേക്ക് പോവാണ്. യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ സെഷനിലേക്ക് നമ്മൾ പോവാണ്ട. അപ്പോൾ പല ആളുകളും +1 ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എക്സാമിനേഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ആ ഒരു സീരിയസ്നെസ്സോട് കൂടി ആയിരിക്കും ക്ലാസ്സിൽ വരണോ വേണ്ടേ, നമുക്കൊരു എക്സാം അത്ര വലിയ ടാസ്ക് അല്ലല്ലോ എന്നൊക്കെയുള്ള ഒരു മെൻറ്റാലിറ്റിയിലായിരിക്കും ഉണ്ടാവുന്നത്. എനിവേ എല്ലാവരും എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ലൈവിൽ ജോയിൻ ചെയ്യുക. +1 ആണെങ്കിലും അതുപോലെ തന്നെ എന്താണ് നമുക്ക് +1 തന്നെ നമ്മൾ മാക്സിമം സ്കോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് +2 കുറച്ചും കൂടി ഈസി ആവും കാര്യങ്ങൾ. നമുക്കൊക്കെ അറിയുന്നതാണ്, ഞാൻ വീണ്ടും അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ നേരെ എന്തായാലും എന്ത് ചെയ്യുക, ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, യെസ്. ഓക്കെടാ, അപ്പോൾ എല്ലാവർക്കും ഓഡിയബിൾ ആണോ വിസിബിൾ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ദാറ്റ് കുഡ് ബി ബെറ്റർ. അപ്പോൾ എന്തായാലും ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. യെസ്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണ് ഓരോ ചാപ്റ്റേഴ്സിനും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ലാർജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല, പകരം നമ്മൾ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യട്ടെടാ. ഹായ്ടാ, ഹായ്. യെസ്, മക്കളൊക്കെ എത്തി തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ സാർ സ്റ്റാർട്ട് ചെയ്യല്ലോ? നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട് എന്ത് ചെയ്തോളൂ, വന്ന മക്കൾ ജസ്റ്റ് കണ്ടോളൂ. അപ്പോൾ നമ്മൾ നേരെ എങ്ങോട്ടേക്ക് പോവാണ്, നമ്മൾ ടോപ്പിക്കിലേക്ക് ജസ്റ്റ് കിടക്കാണ്. then നമുക്ക് എന്ത് ചെയ്യാം, പോയ ബാക്കി കാര്യങ്ങൾ നോക്കാം. മക്കൾ ജോയിൻ ചെയ്യട്ടെ, ഇടയ്ക്കിടയ്ക്ക് ജോയിൻ ചെയ്യുന്നൊക്കെ ഉണ്ടാവും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെയാണ് ഐ തിങ്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ആൾ കുറവ് വന്നിട്ടുള്ളത്. യെസ്, ഓക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ ലോക്കൽ ഗവൺമെൻറ് എന്നുള്ള ഒരു ചാപ്റ്റർ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത്. വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് ലോക്കൽ ഗവൺമെൻറ്? ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ നെസസിറ്റി അല്ലെങ്കിൽ ആവശ്യകത എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ലോക്കൽ ഗവൺമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തിനാണ് ലോക്കൽ ഗവൺമെൻറ്റ്സ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ലോക്കൽ ഗവൺമെൻറ് എന്തിനാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെൻറ് ഉള്ളതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും എന്താണ് ലോക്കൽ ഗവൺമെൻറ്. അപ്പാർട്ട് ഫ്രം സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്, സംസ്ഥാന ഗവൺമെൻറ് ഉണ്ട്. അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സെൽഫ് ഗവൺമെൻറ്റ്സിലേക്ക് കൂടി നമ്മൾ ഒരു തേർഡ് ടയറിലേക്ക് കൂടി പവർ ഷെയർ ചെയ്യുന്ന ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോക്കൽ ഗവൺമെൻറ് നമ്മൾ പറയുന്നത്. ഓക്കെ, അർബൻ സെൻറ്റേഴ്സിലും റൂറൽ സെൻറ്റേഴ്സിലും എന്തുണ്ട്, ഈ പറയുന്ന നഗരപ്രദേശങ്ങളിലാണെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലാണെന്നുണ്ട് ഈ ഒരു അറേഞ്ച്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ തേർഡ് ടയറിലേക്കുള്ള പവർ ഷെയറിംഗ് അറേഞ്ച്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മളോട് പറയുന്നുണ്ട്. ഗാന്ധിജിയുടെ ഒരു കോൺസെപ്റ്റ് ഒക്കെ തന്നെയായിരുന്നു എന്താണ് വില്ലേജ് അല്ലെങ്കിൽ പറഞ്ഞ സെൽഫ് ഗവൺമെൻറ് എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഫാദർ ഓഫ് അവർ നാഷൻ ആയിട്ടുള്ള ഗാന്ധിജി മുമ്പോട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് apart from central and the state government, it is a local self-government that manage the development activities of district, urban centers and rural areas. According to Gandhiji, the father of our nation, India's soul will lives in village. Then his dreams was self-sufficient village. The makers of constitution included the idea of constitution. Later, through the 73rd and 74th amendments, the local self-government institutions acquired it their present and shape status. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, നമ്മുടെ മേക്കേഴ്സ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഇതിനെ കുറിച്ച് ബോധറായിരുന്നു. ഈ പറയുന്ന ഫസ്റ്റ് നമ്മൾ ഏർലിയസ്റ്റ് ടൈമിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ലെവൽ ഓഫ് ഗവൺമെൻറ് ആയിരുന്നു ഉണ്ടായത്. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇങ്ങനെ 2 ടയർ സിസ്റ്റം ആയിരുന്നു, 2 ലെവൽ ഓഫ് ഗവൺമെൻറ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ലേറ്റർലിയാണ് നമ്മൾ ഈ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെൻറ് കൂടി ആഡ് ഓൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ നെസസിറ്റി അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഈ പറയുന്ന ലോക്കൽ പ്രോബ്ലംസ്, ഈ പറയുന്ന പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റൂടാ, ലോക്കൽ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് സോർട്ട് ഔട്ട് ചെയ്യാനും പറ്റും. ലോക്കൽ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പോസിബിൾ ആവും. ഓക്കെ, അതുകൂടാതെ നമ്മൾ പറയുന്നുണ്ട് റിയൽ സ്പിരിറ്റ് ഓഫ് ഡെമോക്രസി, ഏറ്റവും എടുത്തു പറയേണ്ടതാണ് റിയൽ സ്പിരിറ്റ് ഓഫ് ഡെമോക്രസി എവിടെയാണ്, യെസ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ്. ബിക്കോസ് ജനങ്ങളിലേക്ക് നേരിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്,
യെസ് ഈ പറഞ്ഞ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ പോയിന്റ്സ് മക്കൾ എന്ത് ചെയ്താൽ മതി, അവിടെ ആഡ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. റിയൽ സ്പിരിറ്റ് ഓഫ് ഡെമോക്രസി ഈ പറയുന്ന ലോക്കൽ ഗവൺമെൻറ്റിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. അതായത് ജനങ്ങളുടെ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ ഉറപ്പുവരുത്താൻ പറ്റുന്നുണ്ട് എന്നല്ല. ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ പറയുന്ന ലോക്കൽ ഗവൺമെൻറ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ മക്കൾ ആൻസർ ആയിട്ട് ചെയ്യേണ്ടത്. ദെൻ എക്സാമിൻ ഗ്രോത്ത് ഓഫ് ദ ലോക്കൽ ഗവൺമെൻറ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ ഗ്രോത്ത് ആണ് നമ്മൾ ചോദിക്കുന്നത്. എസ്പെഷ്യലി നമുക്ക് നോക്കുകയാണെങ്കിൽ 1990 വരെയൊക്കെ ഈ പറയുന്നത് എന്താണ്, വലിയ ഗ്രോത്തോ കാര്യങ്ങളൊന്നും എവിടെ ഉണ്ടായിരുന്നില്ല, ലോക്കൽ ഗവൺമെൻറ്റുകളിൽ ഉണ്ടായിരുന്നില്ല. അതായത് ലോക്കൽ ഗവൺമെൻറ് ഒരു നാമമാത്രമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ നമ്മുടെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിരുന്നു. ദെൻ ഗ്രാജുവലി ആണ് 1990s ഈ പറയുന്നത് ലോക്കൽ ഗവൺമെൻറ്റിൽ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നോക്കാം. ദ ഹാവ് ബീൻ റെഫറൻസസ് ടു ലോക്കൽ ഗവൺമെൻറ് ഇൻ ഇന്ത്യ ഓൾസോ ഇൻ ദ പാസ്റ്റ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ടൈമിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അല്ലേ, വളരെ മുമ്പ് തന്നെ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ദെൻ ദ ഫസ്റ്റ് ലോക്കൽ ഗവൺമെൻറ് ഇന്ത്യ നമ്മൾ നോക്കുകയാണെങ്കിൽ മദ്രാസ് കോർപ്പറേഷനിലായിരുന്നു വാസ് ഫൗണ്ടഡ്. ദെൻ അപ്പാർട്ട് ഫ്രം ദ ലോർഡ് റിപ്പൻ്റെ ടൈമിലൊക്കെയാണ് കേട്ടോ, പണ്ടത്തെ കാലത്താണ് പറയുന്നത്, അതായത് ബ്രിട്ടീഷ് റൂൾ ടൈമിലാണ് നമ്മൾ പറയുന്നത്. ദെൻ അപ്പാർട്ട് ഫ്രം ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇറ്റ് ഈസ് ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ദാറ്റ് മാനേജ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ഡിസ്ട്രിക്ട് urban സെൻറ്റേഴ്സ് ആൻഡ് റൂറൽ ഏരിയാസ്. ദെൻ അക്കോർഡിംഗ് ടു നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്താ പറയുക, ഇത് നമ്മൾ 73rd and 74th അമെൻമെൻറ്റിലൂടെയാണ് ഇത് കുറച്ചും കൂടി എന്ത് ചെയ്യുന്നത്, ഗ്രോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് കുറച്ചും കൂടി ഗ്രോ ചെയ്യുന്നത് 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെയാണ് നമുക്ക് കാണാൻ പറ്റും. Then 73rd Amendment Act is a milestone on constitutional amendment. What were the changes brought by this amendment? 73rd Amendment ഇത് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, കൂടുതൽ മക്കൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പോകേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ കേട്ടോ. ഓക്കെ, അപ്പോൾ 73rd Amendment Act made the Panchayat Raj constitutional system. It brought a three-tier system by having village, block, district level panchayats in the all states level. Then the block level can be avoided if the state has less than 20 lakh population. Then the Grama Sabha concept is also included in amendment. Then the chairman of the block's panchayati and the Zilla Parishad will be elected by the concerned by panchayat members. Then the local MLAs and MP will be ex officio members of the block panchayat. നമുക്ക് കാണാൻ പറ്റും ഇത്രയും മാറ്റങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയും ഇനീഷ്യേറ്റീവ്സ് ആണ് എന്തിനെടുക്കുന്നത്, 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ എടുക്കുന്നത്. അതായത് തേർഡ് ടയർ കുറച്ചും കൂടി എന്ത് ചെയ്യുന്നു, എഫക്റ്റീവ് ആക്കുന്നു. അതുകൂടാതെ ഈ പറയുന്ന വില്ലേജ്, ബ്ലോക്ക്, ഡിസ്ട്രിക്ട് ലെവലിലേക്ക് എന്ത് ചെയ്യുന്നു, ലെവൽ പഞ്ചായത്ത് എന്താ പറയുക, ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു സിസ്റ്റം എന്ത് ചെയ്തു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് സൈസ് ഓഫ് പോപ്പുലേഷൻ, ഒരു സ്റ്റേറ്റിൻ്റെ സൈസ് ഓഫ് പോപ്പുലേഷൻ ദ ബ്ലോക്ക് ലെവൽ ക്യാൻ ബി അവോയ്ഡഡ് ഇഫ് ദ സ്റ്റേറ്റ് ഹാസ് ലെസ് ആൻ 20 lakhs പോപ്പുലേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഈ പറയുന്ന ബ്ലോക്ക് ലെവൽ എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രാമസഭ എന്നൊരു കോൺസെപ്റ്റ് കൂടി 73rd അമെൻമെൻറ്റിലൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചെയർമാൻ ഈ പറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണെങ്കിലും ജില്ലാ പരിഷത്തിലേക്കാണെങ്കിലും ചെയർമാനെ സെലക്ട് ചെയ്യേണ്ടത് പഞ്ചായത്ത് മെമ്പേഴ്സ് ആണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഈ ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ there are certain limitations in functioning of the local government. Do you agree with the statement? Explain എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഏർലിയസ്റ്റ് ടൈമിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾക്ക് എന്തുണ്ടായിരുന്നില്ല, പ്രോപ്പറായിട്ടുള്ള ഫണ്ടോ പ്രോപ്പറായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ എന്താ പറയുക 3-4 ലിസ്റ്റുകൾ നമ്മുടെ ലെജിസ്ലേറ്റീവ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ്, യൂണിയൻ ലിസ്റ്റ് അത് സെൻട്രൽ ഗവൺമെൻറ്റിലുള്ള പവേഴ്സ് ആണ്, സ്റ്റേറ്റ് ലിസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലുള്ള പവേഴ്സ് ആണ്, ലെജിസ്ലേറ്റീവ് പവേഴ്സ് ആണ് പറയുന്നത്. ദെൻ കൺകറന്റ് ലിസ്റ്റ് ആണെങ്കിൽ ബോത്ത് ഗവൺമെൻറ്റ്സിലുള്ള പവേഴ്സ് ആണ്. അപ്പോൾ ഈ പറയുന്ന ലോക്കൽ ഗവൺമെൻറ്റിലേക്ക് ഏർലിയസ്റ്റ് ടൈമിൽ കൃത്യമായിട്ടും എന്ത് എത്തിയിരുന്നില്ല, പവറോ അല്ലെങ്കിൽ ഈ പറയുന്ന റവന്യൂ കൃത്യമായിട്ടും എത്തിയിരുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. അപ്പോൾ there are many obstacles on the way to the smooth functioning of local government. നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോബ്ലംസ് ഓഫ് പഞ്ചായത്ത് രാജ് നോക്കുകയാണെങ്കിൽ the main problem is the people civic responsibility is not good enough, maybe because of the poverty and illiteracy. They don't show much alternatives or imagination. Then another problem is the indifference that the officials show the Panchayat Raj activities, and the problem is lack of money. Many workers in the local government are not competent enough to do things properly. They are paid less. Then many local government are plagued with corruptions and nepotism. There are also factionalism and political interference. The problem faced by the local government can be solved only through the making the deep aware of them.
then they should know the essence of decentralization of power. They should know the decentralization is the means that the people's participation is in the goal. ഇവിടെ നമ്മൾ പറയുന്നത് ഒബ്വിയസ്ലി എന്താ പറയുക, ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് സിവിക് റെസ്പോൺസിബിലിറ്റി കുറവാണെന്നുള്ളതാണ്. അതായത് വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന ലോക്കൽ ഗവൺമെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന് എന്താ പറയുക അതിലേക്കുള്ള അപ്രോച്ച് കമ്പാരിറ്റീവ്ലി കുറവാണെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ പറയുന്നത് ആവശ്യത്തിനുള്ള ഫണ്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ കറപ്ഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു അവിടെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലോക്കൽ ഗവൺമെന്റിന്റെ മെയിനായ പൊളിറ്റിക്കൽ ഇന്റർഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ നമ്മൾ ഈ പറയുന്ന അതർ ബോഡീസ് അല്ലെങ്കിൽ അപ്പർ ബോഡീസ് ലൈക്ക് ഈ സ്റ്റേറ്റ് ലെവൽ ഗവൺമെന്റുകളുടെയൊക്കെ വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. ഇനി ചില സ്റ്റേറ്റുകളിലാണെങ്കിൽ റെഗുലറായിട്ട് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യപ്പെടാത്ത സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഡിസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണം കൊണ്ട് നമ്മൾ മെയിനായിട്ടും എയിം ചെയ്യുന്നത് എന്താണ്, പീപ്പിൾ പാർട്ടിസിപ്പേഷൻ ആണ് നമ്മളവിടെ, അല്ലെങ്കിൽ പോപ്പുലർ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യാന്നുള്ള ഒരു എയിമോട് കൂടിയാണ് ഡിസെൻട്രലൈസേഷൻ കൊണ്ടുവരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ പറഞ്ഞ ഡിസെൻട്രലൈസേഷൻ പ്രാക്ടിക്കലി പോസിബിൾ ആവാത്ത സിറ്റുവേഷൻ ആവുന്നു ഈ ലോക്കൽ ഗവൺമെന്റിൽ ഇങ്ങനെയുള്ള സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത്. പക്ഷെ നമുക്കിവിടെ കാണാൻ പറ്റും 1990s ശേഷം, എസ്പെഷ്യലി 1992 ശേഷം വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ വന്നിട്ടുണ്ട്. ഏർലിയസ്റ്റ് ടൈമിലാണെങ്കിൽ ഇലക്ഷൻസോ കാര്യങ്ങളൊന്നും കണ്ടക്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് ഈ പറയുന്ന എന്താ പറയുക അമെൻമെന്റിലൂടെയൊക്കെ കോർട്ടിന്റെ ജഡ്ജ്മെന്റിലൂടെയൊക്കെ എന്ത് വരുന്നത്, പ്രോപ്പറായിട്ട് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നു. അപ്പോൾ അതിന് 1/3 ആരായിരിക്കണം, വിമൻസ് റെപ്രസെന്റേഷൻ എൻഷൂർ ചെയ്യണം എന്നുള്ള ഡിമാൻഡ് വെക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിലും കുറച്ച് എന്ത് ചെയ്യുന്നു, ഡിമാൻഡുകൾ മുമ്പോട്ട് വെക്കുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ് അവരുടെ പവേഴ്സ് ആരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, ഈ പറഞ്ഞ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അവരുടെ റവന്യൂയുടെ ഒരു പോർഷനും ആർക്ക് കൊടുക്കണം, ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നാലും സ്റ്റിൽ പല സ്റ്റേറ്റുകളും ഇത് പ്രാക്ടിക്കലി എന്ത് ചെയ്തിട്ടില്ല, പോസിബിൾ ആയിട്ടില്ല എന്നുള്ള റിയാലിറ്റി കൂടി മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോടാ, കുറച്ച് മക്കളെ വന്ന് കാണുന്നുള്ളൂ. ഐ തിങ്ക് ഒരു 5-6 കുട്ടികളെ കാണുന്നുള്ളൂ. അപ്പോൾ വന്ന മക്കളൊക്കെ എന്ത് ചെയ്യുക, സെറ്റ് ആണോ ഓക്കെ ആണോ കൺഫ്യൂസ്ഡ് ഉണ്ടോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ഇവിടെ നമുക്ക് വന്നിട്ട് MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ദ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് മെയ്ഡ് വൈഡ് ഡാഷ് ഇൻ 1882 വേർ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ ലോക്കൽ ഗവൺമെന്റ് ഓഫ് ദ മോഡേൺ ഇന്ത്യ. ലോർഡ് റിപ്പൺ ആണ് ഈ പറഞ്ഞ 1882 പറഞ്ഞ എന്ത് ചെയ്തിട്ടുള്ളത്, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ദ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഡാഷ് ഹെൽപ്ഡ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 73rd and 74th അമെൻമെന്റ് ആണ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡാഷ് ഇസ് ദ ബേസിക് ലെവൽ ഓഫ് ദ പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്താണ്. അതുപോലെ തന്നെ the 74th constitutional amendment regarding the local government in the urban centers is known as by നഗരപാലിക സിസ്റ്റം എന്നാണ് ഈ പറയുന്ന എന്ത് urban ബോഡീസിൽ ഈ പറയുന്ന urban സെന്റേഴ്സിൽ ഈ ലോക്കൽ ഗവൺമെന്റുകൾ അറിയപ്പെടുന്നത്. ദെൻ ഇതൊക്കെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്കൊരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണെങ്കിൽ കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും, വില്ലേജ് പഞ്ചായത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്ത് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക, ബ്ലോക്ക് പഞ്ചായത്ത് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫ്ലോ ചാർട്ട് ഫില്ല് ചെയ്യാനുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാൽ മക്കൾ എന്ത് ചെയ്യണം, അവിടെ ആൻസേഴ്സ് ചെയ്യേണ്ടതുണ്ട്. ദെൻ നെക്സ്റ്റ് ഒരു വലിയ ലെങ്തി ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ ഒരു ലെങ്തി മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മുടെ വാട്ട് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലോക്കൽ ഗവൺമെന്റ് ബിഫോർ 73rd അമെൻമെന്റ് ആൻഡ് ആഫ്റ്റർ ഇറ്റ്. ഈ പറയുന്ന 73rd അമെൻമെന്റിന് മുമ്പും അതിനുശേഷം ലോക്കൽ ഗവൺമെന്റിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പേര് അബ്ദുള്ള ബക്കർ എന്നാണ്. മക്കൾക്ക് ABD എന്ന് വിളിക്കാം. ഓക്കെ, മക്കളൊക്കെ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ വന്ന ഉടനെ മക്കളൊക്കെ എന്താ ഒരു ലൈക്കൊക്കെ ഒന്ന് അടിക്കട്ടെടാ, വന്ന ഉടനെ ഒരു ലൈക്കൊക്കെ അടിക്ക് സെറ്റ് ആക്കാം. അപ്പോൾ വാട്ട് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലോക്കൽ ഗവൺമെന്റ് ബിഫോർ ദ 73rd അമെൻമെന്റ് ആൻഡ് ആഫ്റ്റർ ഇറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയായിരുന്നു ലോക്കൽ ഗവൺമെന്റ് ബിഫോർ 73rd അമെൻമെന്റ് നമുക്ക് നോക്കണം അല്ലേ. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ബിഫോർ 73rd അമെൻമെന്റ്, 73rd അമെൻമെന്റിന് മുമ്പ് ലോക്കൽ ഗവൺമെന്റ് വാസ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ഫുള്ളി അതോറിറ്റി ടു മേക്ക് ലോസ് ഇൻ ദിസ്. ദെൻ ബിഫോർ 73rd amendment there was no condition that elections should be done by immediately after the local government have been dissolved by the state government. Then by the 73rd amendment there was no reservation for women's then scheduled caste and scheduled tribes. Then before the 73rd amendment എല്ലാം ബിഫോർ ആണ് പറയുന്നത്. It was the responsibility of the state government to conduct elections for the local committee. Then before 73rd amendment then the local committee dominated
caste and feudal lords had upper hand. നമ്മളോട് പറയുന്നത് ഈ പറയുന്ന ലോക്കൽ ഗവൺമെന്റ് ബിഫോർ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിൽ എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലായിരുന്നു. അതുപോലെ തന്നെ റിസർവേഷൻ അലോ ചെയ്തിരുന്നില്ല, പ്രോപ്പറായിട്ട് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്തിരുന്നില്ല. അതുപോലെ തന്നെ അപ്പർ കാസ്റ്റ് ഫ്യൂഡൽ ലോർഡ്സിന്റെ ഒക്കെ കയ്യിലായിരുന്നു എന്തുണ്ടായിരുന്നത്, ലോക്കൽ ഗവൺമെന്റ് ഉണ്ടായിരുന്നത്. ദെൻ നമ്മൾ ആഫ്റ്റർ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് നോക്കുകയാണെങ്കിൽ 73ാം ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം എന്ത് മാറ്റങ്ങൾ വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഇലക്ഷൻസ് കെയിം ടു എഫക്ട്. ഇലക്ഷൻസ് എന്ത് ചെയ്യാൻ തുടങ്ങി, റെഗുലർ ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ആഫ്റ്റർ ദ 73rd amendment the condition came that if the local government are dissolved within 6 months fresh elections must be conducted. അപ്പോൾ ഒരു ലോക്കൽ ഗവൺമെന്റ് പിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ വിത്തിൻ 6 months എന്ത് ചെയ്യണം, വീണ്ടും ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യണം എന്നൊരു നിർബന്ധം അവിടെ വന്നു. അതുപോലെ തന്നെ വിമൺ ആണെങ്കിലും ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിലും ഷെഡ്യൂൾഡ് ട്രൈബ്സിനാണെങ്കിലും റിസർവേഷൻ എന്നൊരു ഡിമാൻഡ് വന്നു. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് ലോക്കൽ ഗവൺമെന്റിലേക്കുള്ള ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി. അതിനോട് ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് റെസ്പോൺസിബിലിറ്റി, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ബോഡി എന്ത് ചെയ്തു, ഫോം ചെയ്തു. ദെൻ നമ്മളിവിടെ കാണാൻ പറ്റും ആഫ്റ്റർ ദ 73rd amendment in the local committee dominance of the dominant caste and feudal lords came to an end and a certain limit. ഇവിടെ നമ്മൾ പറയുന്നത് അതുവരെ ഈ പറയുന്ന ഡോമിനന്റ് കാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂഡൽ ലോർഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിന് ശേഷം അതിൽ മാറ്റം വന്നു. പബ്ലിക് സപ്പോർട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ഈ പറയുന്ന ജനങ്ങളുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പീപ്പിൾ സെലക്ട് ചെയ്യുന്ന പേഴ്സൺസ് എന്ത് ചെയ്യാൻ തുടങ്ങി, എല്ലാ കാറ്റഗറി ഓഫ് പീപ്പിൾസ് പെട്ട ആളുകളും വരാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് വന്നിട്ടുള്ള മാറ്റങ്ങൾ. നമ്മുടെ ഈ പറയുന്ന എന്താ പറയുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാറ്റങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ക്ലിയർ ആണോ അല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് മക്കൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ ഇതിൽ തന്നെ ഒരു പോസിബിലിറ്റി ഉള്ള വലിയൊരു ലെങ്തി ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ട് വർ ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ബൈ 73rd and 74th amendment in the local administration എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 73rd amendment act made Panchayat Raj a constitutional system, brought a 3-tier system having village block, district level and panchayat in all states. The block level can be avoided if the state has നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20 lakhil കുറവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ബ്ലോക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ദെൻ ഗ്രാമസഭ കോൺസെപ്റ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ അമെൻമെന്റ്. ഗ്രാമസഭ എന്നുള്ള കോൺസെപ്റ്റ് കൂടി ഈ ഒരു അമെൻമെന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ഓൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചെയർമാൻ ഓഫ് ദ ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ജില്ലാ പരിഷത്ത് വിൽ ബി ഇലക്ടഡ് ബൈ ദ കൺസേൺഡ് പഞ്ചായത്ത് മെമ്പേഴ്സ്. കൺസേൺഡ് പഞ്ചായത്ത് മെമ്പേഴ്സ് ആണ് ഈ പറയുന്ന ചെയർമാൻ ഓഫ് ദ ബ്ലോക്ക് പഞ്ചായത്ത് ആണെങ്കിലും ജില്ലാ പരിഷത്തിലാണെങ്കിലും ഇലക്ട് ചെയ്യുന്നത്. ദെൻ ദ ലോക്കൽ MLAs ആൻഡ് MPs വിൽ ബി എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഓഫ് ദ ബ്ലോക്ക് പഞ്ചായത്ത്. ആ ലോക്കൽ MLAസും ലോക്കൽ MPസും ആ ഒരു പെർട്ടിക്കുലർ റീജിയനിലുള്ള MLAസും MPസും എന്തായിരിക്കും, ഈ പറയുന്ന ബ്ലോക്ക് പഞ്ചായത്തിലെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചെയർമാൻ ഓഫ് ദ ഗ്രാമസഭ വിൽ ബി ഇലക്ടഡ് ആസ് പെർ ദ ലോ approved by the state government. State government approve ചെയ്തിട്ടുള്ള ലോ അനുസരിച്ച് ഈ പറയുന്ന ഗ്രാമസഭയിലെ ചെയർമാൻ സെലക്ട് ചെയ്യപ്പെടും. Then based on the population of place in all the levels, 3 levels, there will be a proportionate representation for a scheduled caste and scheduled tribes. ഈ പറയുന്ന അവിടുത്തെ സൈസ് ഓഫ് പോപ്പുലേഷൻ അനുസരിച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബ്സിനും എന്ത് കൊടുക്കണം, പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള അവർക്ക് എന്ത് കൊടുക്കണം, റിസർവേഷൻ എൻഷുർ ചെയ്യണം. അതുകൂടാതെ 1/3 സീറ്റ്സ് ഫോർ ലേഡീസ് അല്ലെങ്കിൽ വിമൻസ് റിസർവ് ചെയ്യണം എന്നൊരു ഡിമാൻഡ് കൂടി വരുന്നു. അതുകൂടാതെ നമുക്ക് കാണാൻ പറ്റും ഈ പറഞ്ഞതുപോലെ തന്നെ പ്രൊപ്പോർഷനേറ്റ് ദ പോപ്പുലേഷൻ സം chairman should be scheduled caste and scheduled tribes. 1/3 of the chairperson will be ladies. Then reservation are rotation. Then the duration of the all Panchayat Raj institutions are 5 years. After dissolution, elections must be done within 6 months and new committees are to be formed. അതായത് ഓരോ 5 വർഷം കൂടുമ്പോഴാണ് പഞ്ചായത്ത് രാജ് ഇലക്ഷൻസ് നടക്കുന്നത്. ഓരോ 5 ഇന്റർവൽസിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ഗവൺമെന്റ് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 6 months നെക്സ്റ്റ് ഇലക്ഷൻ മസ്റ്റായിട്ടും എന്ത് ചെയ്തിരിക്കണം, കണ്ടക്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന റിസർവേഷനൊക്കെ റൊട്ടേറ്റ് ചെയ്യും, അതിൽ ചില മാറ്റങ്ങളൊക്കെ വരും. അത് എന്താ പറയുക, പ്രൊപ്പോർഷനേറ്റ് അനുസരിച്ച് പോപ്പുലേഷൻ, അവിടുത്തെ സൈസ് ഓഫ് പോപ്പുലേഷനും അവിടുത്തെ എന്താ പറയുക ഡൈവേഴ്സിറ്റി ഓഫ് പോപ്പുലേഷനൊക്കെ അനുസരിച്ച് ചെറിയ ചേഞ്ചസ് ഒക്കെ വരും. Then Act makes a provision for the appointment of an independent state election commission. Then നമുക്കിവിടെ കാണാൻ പറ്റും it is the governor who appoints the state election commission. State election commission appoint ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഗവർണറിനാണ് നമുക്ക് കാണാൻ പറ്റും. Then Act also makes a provision for the appointment of a financial commission once in 5 years to look into financial status of the panchayats and give the government suggestions. അപ്പോൾ അതുകൂടാതെ ഒരു പഞ്ചായത്ത് കമ്മിറ്റി കൂടി ഫോം ചെയ്യുന്നുണ്ട്, കമ്മീഷൻ കൂടി ഫോം ചെയ്യുന്നുണ്ട് 5 yearsൽ. ഈ പറയുന്ന ഓരോ ഗവൺമെന്റിന്റെയും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെയും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ
കാര്യങ്ങൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പഞ്ചായത്ത് ഫിനാൻഷ്യൽ കമ്മീഷൻ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ 73rd അമെൻമെന്റിന്റെ പ്രത്യേകത. ഇനി 74th അമെൻമെന്റിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. The formation of the urban local government and determining its power has been made according to the Constitution. And the 74th Amendment Act of 1992 came to effect in April 1993. Then it defines the rules, structure and powers of the municipal administration. According to the act, urban local government have municipal corporations, municipalities in urban panchayats. urban ഏരിയയിലാണെങ്കിൽ ഈ പറഞ്ഞ മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്ന രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ പറയുന്ന ലോക്കൽ ബോഡീസ് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ അവരുടെ സ്ട്രക്ചർ, അവരുടെ റൂൾസ്, അവരുടെ പവർ, ഇതൊക്കെ എന്ത് ചെയ്തു കൃത്യമായിട്ടും 1992 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് 74th, അത് എഫക്റ്റീവ് ആവുന്നത് 1993 ഈ ഒരു അമെൻമെന്റിലൂടെയാണ് ഇത് എന്ത് ചെയ്യുന്നത് കൃത്യമായിട്ടും ഡിക്ലെയർ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഫോർ ഓൾ ദി സീറ്റ്സ് ദർ ഷുഡ് ബി ഡയറക്റ്റ് ഇലക്ഷൻ. എല്ലാ സീറ്റുകളിലേക്കും എന്ത് ചെയ്യണം, ഡയറക്റ്റ് ഇലക്ഷൻസ് നടത്തണം. അപ്പോൾ തന്നെ കൗൺസിലേഴ്സ് ആർ ഇലക്റ്റഡ് ഫ്രം ദ വാർഡ്സ്, കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ ടൗൺസ്. ഇവിടെ നമ്മൾ പറയുന്നത് ഓരോ വാർഡും, ഈ പറഞ്ഞ വില്ലേജിലാണെങ്കിൽ വാർഡ്സ് എന്നും ടൗൺസിലാണെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന പേരിലാണ് അറിയപ്പെടുക. അപ്പോൾ ഓരോ വാർഡ്സും ഓരോ കൗൺസിലേഴ്സിന് എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന് മത്സരിക്കാം, പക്ഷെ ഒരു പേഴ്സൺ ആയിരിക്കും ഒരു വാർഡിന് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വളരെ മുമ്പ് തൊട്ടടുത്ത് നമ്മുടെ ഈ പറയുന്ന ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്തു, അല്ലെ, ഈ കൈൻഡ് ഓഫ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്തു, അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസിലേക്കുള്ള ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്തു. മക്കളെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ അടുത്ത ഇലക്ഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട, വോട്ടേഴ്സ് ആയിട്ട് പോകേണ്ട ആളുകളാണ്. ഓക്കെ, അപ്പോൾ അതിലേക്കുള്ള പ്രോസസ്സാണ് നമ്മൾ പറയുന്നത്. മേ ബി ഇലക്ഷൻ കാൻഡിഡേറ്റ്സ് ഒക്കെ ആയിട്ട് പോകുന്ന ആളുകളായിരിക്കും ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള പ്രോസസ്സാണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, there are reservation for scheduled caste and scheduled tribes. ഓൾറെഡി നേരത്തെ പറഞ്ഞു. The duration of the municipality is 5 years. Then the government has authority to dissolve municipality before the completion of its time. അതിന്റെ ടൈം കഴിയുന്നതിന് മുമ്പ് എന്താ പറയുക, ഡിസ്മിസ് ചെയ്യാനുള്ള അതോറിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്തു. Then the council established after dissolution will be continue in power for the remaining duration. The contest elections, municipal elections, one should be at least 25 years of age. Then each state appoints a state election commission. The state election commission will prepare a voters list and make arrangements for the elections and full control over them. ഇവിടെ നമ്മൾ പറയുന്നത് എല്ലാ സ്റ്റേറ്റിലും എന്ത് ചെയ്യണം, ഈ പറഞ്ഞ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്യണം. ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇത് വർക്ക് ചെയ്യേണ്ടത് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇടാം. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ഡിസെൻട്രലൈസേഷൻ, 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഏരിയ ആണ്. അവിടെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യണം, ഈ ഒരു ടോപ്പിക് കൃത്യമായിട്ടും പഠിച്ചു പോകണം. ഇനി നമ്മൾ പോകാൻ പോകുന്നതാ ഏജിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. നമുക്ക് സ്റ്റിൽ എന്താ പറയുക 25 എന്നുള്ളത് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്ക് വരുന്ന സമയത്ത് ഏജിൽ ചെറിയ ക്രൈറ്റീരിയൽ മാറ്റങ്ങളുണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിങ് ഡോക്യുമെന്റ് എന്നുള്ള ചാപ്റ്ററിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിങ് ഡോക്യുമെന്റ്. ഈ ചാപ്റ്റർ ടോട്ടലി പല മക്കളും പറയാറുണ്ട്, സാറേ കുറച്ച് ഒരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് കുറച്ച് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്, കുറച്ച് ബോറടിക്കുന്ന ഒരു ചാപ്റ്റർ ആണെന്ന് പല മക്കളും കമന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാൻ ബോറടിയൊന്നുമില്ലാതെ ഈ ഒരു ചാപ്റ്ററിൽ എങ്ങനെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ നമ്മൾ നോക്കാം. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് തന്നെ അത്ര ബോറടിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഒഴിവാക്കി പോവാം. മക്കൾ കുറച്ചും കൂടി കമന്റ് ബോക്സിൽ എൻഗേജ്ഡ് ആവുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് ക്ലാസ് ഓക്കെ ആണോ, ക്ലിയർ ആവുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്ത് ചെയ്യാൻ പോവുക കേട്ടോ. ഓക്കെ, മാക്സിമം എന്ത് ചെയ്യുക, ലൈവായിട്ട് മക്കൾ നിൽക്കുക. വന്ന ഉടനെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ക്ലാസ് ഓക്കെ ആണോ, അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ സാറേ ഒന്നും കൂടി പറയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യുക, പറയാം കേട്ടോ. ഓക്കെ, then ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ആർ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റിക് ആണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നോ, ദർ ആർ നോട്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ത്രൂ അമെൻമെന്റ്സ്. The constitution is the basic document of any nations. Then there is a need to bring in timely changes in it because of the social, political, economic and cultural changes that takes place in the passage of time. Then the architects of the constitution have made provisions to make amendments in the കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്തതാണോ? അല്ലടാ, കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റങ്ങൾക്ക് വിധേയമാണ്. ബിക്കോസ് നമുക്കറിയാൻ പറ്റും കാലഘട്ടത്തിനനുസരിച്ച് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിൽ മാറ്റം വരും, കൾച്ചറൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ മാറ്റം വരും. നിങ്ങൾ ആലോചിക്കുക, 1950 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത് അതേപോലെയാണോ നമ്മുടെ 2026? അല്ല, കുറേ അധികം സോഷ്യൽ സിറ്റുവേഷൻസ് മാറി, ഇക്കണോമിക് കണ്ടീഷൻ മാറി, പുതിയ പുതിയ സോഫ്റ്റ്വെയർ വരുന്നു, പുതിയ പുതിയ ടെക്നോളജി വരുന്നു, പുതിയ എന്താ പറയുക ഇക്കണോമിക് കണ്ടീഷൻസ് വരുന്നു, പുതിയ ഫീൽഡ് വരുന്നു, പുതിയ ഓക്യുപ്പേഷൻ സെക്ടേഴ്സ് വരുന്നു, പുതിയ കൈൻഡ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നു, ടോർച്ചറിങ് വരുന്നു, പുതിയ എന്താണ് പറയുക പല തരത്തിലുള്ള പ്രോബ്ലംസ് എമേർജ് ചെയ്യുന്നു. അപ്പോൾ അതിനനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് വരണം, മാറ്റങ്ങൾ വരണം. അപ്പോൾ അത് കൃത്യമായിട്ടും ആര് ബോധേഡ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ബോധേഡ് ആണ്. അതുകൊണ്ടാണ് അമെൻമെന്റ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി എന്ത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും.
Okay, then at the same time the constitution must be flexible and rigid. Do you agree? And നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ ബോത്ത് ഫ്ലെക്സിബിൾ ആൻഡ് റിജിഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ. അല്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ചില ഏരിയാസ് നമുക്ക് അമെൻഡ് ചെയ്യണമെങ്കിൽ വളരെ ക്വിക്കായിട്ട് വളരെ ഈസി ആയിട്ട് സിമ്പിൾ മെജോറിറ്റിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അമെൻഡ് ചെയ്യാം. പക്ഷെ ചിലതിന് നമുക്ക് എന്ത് വേണം, സ്പെഷ്യൽ മെജോറിറ്റി ആൻഡ് റാറ്റിഫിക്കേഷൻ ബൈ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ഒക്കെ വേണം അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും റിജിഡ് ആയിട്ടുള്ളതുണ്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുന്നത് അറ്റ് ദ സെയിം ടൈം ദ കോൺസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ബി ഫ്ലെക്സിബിൾ ആൻഡ് റിജിഡ്. ഡു യു എഗ്രി എന്നാണ് ചോദിക്കുന്നത്. ഒബ്വിയസ്ലി നമുക്ക് എഗ്രി ചെയ്തേ പറ്റുള്ളൂ. കാരണം എന്താണ്, ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും റിജിഡ് ആയാൽ ചില എന്താ പറയുക, എപ്പോഴും റിജിഡ് മാത്രമാണെങ്കിൽ അതെന്തായിരിക്കും, ഇവിടെ ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്ക് വളരെ കോംപ്ലക്സ് അല്ലെങ്കിൽ വളരെ എന്തുണ്ടാവും, കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഏറ്റവും ഫ്ലെക്സിബിൾ ആണെങ്കിലോ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഗവൺമെന്റിനൊക്കെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാം, അല്ലെങ്കിൽ ഒരു ലെവൽ ഓഫ് എന്താ പറയുക ഹൗസിനൊക്കെ ഒറ്റയ്ക്ക് ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എക്സിസ്റ്റൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോത്ത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമുക്ക് എന്ത് ചെയ്യണം, മാറ്റം വരുത്താൻ പറ്റണം. ചില എന്താ പറയുക പ്രൊവിഷൻസ് നമുക്ക് ഈസിലി മാറ്റം വരുത്താൻ പറ്റും. ചിലത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള എന്തുണ്ട്, സ്റ്റെപ്സും കാര്യങ്ങളും കൂടുതലായിട്ടുള്ള സ്റ്റെപ്സും ഉണ്ട്. അത് വേണം. അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ ഗവൺമെൻറ് അല്ലെങ്കിൽ പറഞ്ഞ ഓരോ ഹൗസസിലും റെപ്രസെൻറ്റേറ്റീവ്സ് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്നത് യെസ് ഐ ഡു. If the changes are to be brought in according to the social, political and economic and cultural changes that take place within the rest of time, the constitution has to be flexible, but at the same time it should be rigid so as to protect the rights of citizens, the basic structure of the nation and division of powers between central and states. Example, it is not easy to amend the rigid constitution. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ഫ്ലെക്സിബിൾ ആവണമെന്ന് ചോദിച്ചാൽ ചില പ്രൊവിഷൻസ് നമുക്ക് ഈസിലി അമെൻഡ് ചെയ്യാൻ പറ്റണം. പക്ഷേ ബേസിക് ആയിട്ടുള്ള ആ സ്ട്രക്ചർ ഓഫ് ദ നേഷൻ അല്ലെങ്കിൽ പറഞ്ഞ ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ പറഞ്ഞ റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ് ഇതൊന്നും ഈസിലി അമെൻഡ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്, അത് ചിലപ്പോൾ ഓരോ ഗവൺമെന്റ് അനുസരിച്ച് എന്ത് ചെയ്യും, ഓരോ ഗവൺമെന്റ് ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ച് ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസ് അവർ റൂളിംഗ് ടൈമിൽ വരുന്ന സമയത്ത് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് മാറുന്ന സമയത്ത് അത് റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ റിജിഡ് ആയിരിക്കണം, ചിലത് കോംപ്ലക്സ് ആയിരിക്കണം, ചിലത് വളരെ ഈസി ആയിട്ട് അമെൻഡ് ചെയ്യാൻ പറ്റണം. ആ ഒരു രീതിയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും ബെസ്റ്റ് ആണ്. ബിക്കോസ് ബോത്ത് ഫ്ലെക്സിബിൾ ആൻഡ് റിജിഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആർക്കുള്ളത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടനയ്ക്ക് ഉള്ളത്. ഓക്കെ, then the Indian constitution was amended 94 times during the last 60 years. Why have been there so many amendments എന്നാണ് ചോദിക്കുന്നത്. ലാസ്റ്റ് 60 years അതിലിപ്പോൾ കുറച്ചധികം മാറ്റങ്ങളൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ ആസ് പെർ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പോവാം. അപ്പോൾ ഓൾമോസ്റ്റ് 94 times അമെൻഡ് ചെയ്തു. ഇത് എന്തിനാണ് ഇത്രയും അമെൻമെന്റ്? The Indian constitution is flexible enough to adapt to changes. During the period of 1970 and 1990, Congress had the upper hand. The action plans of the Congress were presented as constitutional changes. The later period was that of coalition government. Even then, many amendments were made. Then all this shows that our constitution is a living one. ഇവിടെ നമ്മൾ പറയുന്നത് 1970 to 1990 വരെയുള്ള സമയത്ത് കോൺഗ്രസ് പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് കോalition ഗവൺമെന്റ് വന്ന സമയത്താണെങ്കിലും ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻമെന്റ് വന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. അതിനുള്ള റീസൺ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലിവിംഗ് ഡോക്യുമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡേ ടു ഡേ അതെന്ത് ചെയ്യും, അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോയിന്റ് ഔട്ട് ദ മെയിൻ സബ്ജക്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ നമ്മൾ ബേസിക് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫെഡറൽ സിസ്റ്റം, സെക്യുലറിസം, then democratic republic, rule of law and judicial review, then fundamental rights, socio-economic justice, parliamentary government, independent judiciary. The Supreme Court made a verdict that the Parliament has no authority to change the basic structure of the Constitution. Basic structure of the Constitution, Constitution de basic structure മാറ്റാനുള്ള അധികാരം ആർക്കില്ല, പാർലമെന്റിന് ഇല്ല എന്ന് ആരുടെ വേർഡിക്റ്റ് ഉണ്ട്, സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് അല്ലെങ്കിൽ വിധി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. Then അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് അമെൻമെന്റ്? എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ ദ അമെൻമെന്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് അമെൻമെന്റ്? എന്താണ് ഭേദഗതി? ഭരണഘടനാ ഭേദഗതി എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ പറയുന്ന ഭേദഗതിയുടെ പ്രൊസീജിയർ എന്തൊക്കെയാണ്? അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് അമെൻമെന്റ് മീൻസ് ടു റിമൂവ് ഓർ ഇൻക്ലൂഡ് എ ന്യൂ ലോ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ടു മോഡിഫൈ ദ എക്സിസ്റ്റിംഗ് ലോസ് ആണ്. അത് പുതിയൊരു ലോ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നിലവിലുള്ളതിനെ എടുത്തു കളയുകയോ അല്ലെങ്കിൽ നിലവിലുള്ളതിനെ മാറ്റം വരുത്തുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒബ്വിയസ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. ആർട്ടിക്കിൾ 368 ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ പറയുന്ന അമെൻമെന്റ് പ്രൊസീജിയറായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ആർട്ടിക്കിൾ 368
36 ആണ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ അതിൽ 2 മെത്തേഡ് ഓഫ് അമെൻമെന്റ് ആണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 368 പറയുന്നെങ്കിൽ however there are 3 ways to amend the constitution. ഏതൊക്കെയാണ് ആ 3 ways എന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ് ആണ്. നമ്മൾ പറഞ്ഞു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്ലെക്സിബിൾ ആണ് എന്ന് പറഞ്ഞതിന്റെ എക്സാമ്പിൾ ആണ് സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ്. Okay, there are many articles of the constitution which mention that these articles can be amended by a simple law of parliament. It means that the provision can be amended by the majority of the members, each house is present and voting. Simple majority ആണ് അവിടെ വരുന്നത്. അപ്പോൾ സിമ്പിൾ മെജോറിറ്റിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, അതായത് ഈച്ച് ഹൗസസിൻ്റെയും മെജോറിറ്റി പ്രസന്റ് ആയിട്ടുള്ള മെജോറിറ്റി മെമ്പേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതിനാണ് നമ്മൾ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയാം. Then special majority and of the parliament both houses and separately നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ബി ഓപ്ഷൻ ബിയിലാണ് വരുന്നത്. ഇത് ആർട്ടിക്കിൾ 368 വരുന്നതാണ്. ദിസ് ഈസ് ഓൾസോ ആർട്ടിക്കിൾ 368 ആണ്, പക്ഷേ ഇത് ആർട്ടിക്കിൾ 368 അല്ല. അതാണ് നമ്മൾ പറയുന്നത് ഇവിടെ 2 പ്രൊസീജിയർ ആർട്ടിക്കിൾ 368 ഉണ്ടെങ്കിലും നമുക്ക് 3 പ്രൊസീജിയേഴ്സ് ആണ് ടോട്ടൽ ഉള്ളതെന്ന് പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ് ബോത്ത് ഹൗസിന് സെപ്പറേറ്റ്ലി എന്ത് വേണം, majority of the provisions of the constitution be amended by the special majority of the parliament in both the houses separately. It requires 2 different kinds of special majority. Majority of the total strength of the each house. അതായത് നമ്മളോട് പറയുന്നത് ടോട്ടൽ സ്ട്രെങ്ത്, മറ്റേത് നമ്മൾ പ്രസന്റ് ആയ ആളുകളുടെ മെജോറിറ്റി ആയിരുന്നു. ഇവിടെ ടോട്ടൽ സ്ട്രെങ്ത്തിന്റെ എന്ത് വേണം, എന്താ പറയുക, മോർ ദാൻ 50%. ദാറ്റ് മീൻസ് മെജോറിറ്റി സപ്പോർട്ട് വേണം എന്നുള്ളതാണ്. ദെൻ മെജോറിറ്റി ഓഫ് 2/3 ഓഫ് ദ അമെൻമെന്റ് മെമ്പേഴ്സ് ഓഫ് ദ ഈച്ച് ഹൗസ് പ്രസന്റ് വോട്ടിംഗിൽ 2/3 മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ അമെൻമെന്റ് പോസിബിൾ ആവുള്ളൂ. ഇതാണ് സ്പെഷ്യൽ മെജോറിറ്റി. ഏറ്റവും റിജിഡ് ആയിട്ട് വരുന്നതാണ് നമ്മൾ പറയുന്നത് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ് ആൻഡ് ദ റാറ്റിഫിക്കേഷൻ ഓഫ് നോട്ട് ലെസ് ദാൻ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ വരുന്നത്. അതായത് some provisions can be amended by a special majority of the both house of the parliament and also with the consent of the not less than half of the state legislature by a simple majority ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പോസിബിൾ ആവുള്ളൂ. ഇതാണ് നമ്മൾ റിജിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ആർട്ടിക്കിൾ 368 പ്രകാരം 2 മെത്തേഡ് ആണുള്ളതെങ്കിലും നമ്മൾ 3 മെത്തേഡിലൂടെയാണ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പോസിബിൾ ആവും നമുക്ക് കാണാൻ പറ്റും. Then what are the difference between flexible and rigid constitution? What is the nature of the Indian constitution? എന്താണ് ഈ പറയുന്ന റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനും ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള ഡിഫറൻസസ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ നേച്ചർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ the flexible constitution is one that can be amended easily. That means by a simple method, and the rigid constitution is one which is difficult to amended by. That example നമ്മൾ പറയുകയാണെങ്കിൽ which amendment long and difficult procedure is adopted. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക സ്പെഷ്യൽ മെജോറിറ്റി ഒക്കെ അതിൽ വരുന്നതാണ്. Then Indian constitution is not flexible as well as rigid because some of the articles of the Indian constitution can be amended by simple majority while others part of the constitution need a special majority and ratification by half of the 50% of അല്ലെങ്കിൽ half of the state legislative assembly. അപ്പോൾ നമ്മളോട് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് റിജിഡോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലെക്സിബിൾ അല്ല, രണ്ടും ചേർന്നതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് കേശവാനന്ദ ഭാരതി കേസ്. ഇതിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ഏരിയ ആണ്. വാട്ട് വാസ് എ ഡിസിഷൻ ഇൻ ദ കേശവാനന്ദ ഭാരതി കേസ് ഇൻ 1973? കേശവാനന്ദ ഭാരതി കേസിലെ ഡിസിഷൻ എന്തായിരുന്നു? 1973 കേശവാനന്ദ ഭാരതി കേസിലാണ് നമ്മൾ നോക്കുന്നത്. In the Keshavananda Bharati case 1973, Supreme Court ruled that the Parliament can amend any part of the Constitution including the fundamental rights but cannot change the basic structure of the Constitution. പാർലമെന്റിൽ ഏത് ഭാഗം എന്ത് ചെയ്യാൻ പറ്റും, അമെൻഡ് ചെയ്യാൻ പറ്റും, പക്ഷെ ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് എന്ന് നമുക്ക് കാണാൻ പറ്റൂടാ. ഏറ്റവും ഇതിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു സ്ട്രക്ചർ ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഡിസ്കസ് ഹൗ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ ലിവിംഗ് ഡോക്യുമെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ലിവിംഗ് ഡോക്യുമെന്റ് ആവുന്നത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് മക്കൾ ആലോചിച്ച് വെക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ടു ഡേ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ആവാൻ, അതായത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാവുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനൊരു ലിവിങ് ഡോക്യുമെന്റ് ആണെന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏർലിയസ്റ്റ് ടൈമിൽ നമ്മൾ ഫോം ചെയ്തിട്ടുള്ള ആ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇന്നും നമ്മൾ 1950 നമ്മൾ ഫോം ചെയ്തിട്ടുള്ള ആ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമ്മൾ ഇന്നും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് എ ലിവിങ് ഡോക്യുമെന്റ് ആയതുകൊണ്ടാണ്. അതർവൈസ് നമുക്കത് ഇന്നും ഫോളോ ചെയ്യാൻ പറ്റൂല. എന്താണ്, നമ്മുടെ കാലഘട്ടത്തിൽ കുറേ അധികം മാറ്റങ്ങൾ വന്നു, സോഷ്യൽ കണ്ടീഷനിൽ മാറ്റം വന്നു, ഇക്കണോമിക് കണ്ടീഷനിൽ മാറ്റം വന്നു, ലോട്ട്സ് ഓഫ് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒരിക്കലും
ഒരിക്കലും അതേപോലെ ഫോളോ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇന്നും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള റീസൺ എന്താടാ? ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ലിവിങ് ഡോക്യുമെന്റ് ആണ് എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഒരു ലിവിങ് ഡോക്യുമെന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇതിന് അക്സെപ്റ്റൻസ് കിട്ടുന്നതും ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താടാ? ഒരു ലിവിങ് ഡോക്യുമെന്റ് ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലിവിങ് ഡോക്യുമെന്റ് ആണ്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ ലിവിങ് ഡോക്യുമെന്റ് ബിക്കോസ് ഇറ്റ്സ് റിഫ്ലക്ട് ദ ആസ്പിറേഷൻ ഓഫ് ലിവിങ് ബീയിങ്സ്. ഇറ്റ് ഈസ് ഡോക്യുമെന്റ് വിച്ച് കീപ്സ് ഓൺ റെസ്പോണ്ടിങ് ദ സിറ്റുവേഷൻ ആൻഡ് സർക്കംസ്റ്റാൻസസ് അറൈസിംഗ് for time to time, like a living being. A constitution responds to experience. A constitution is a dynamic document reflecting the movement and dynamism of the society. Then it continues to work for society effectively because its dynamism and response to the changing situations and the demand for the circumstances. The constitution protects the democracy and fundamental rights of the people and existence of different constitution. The constitution allows the evolution of new practices and also needs respect from the citizens. ഇവിടെ നമ്മൾ പറയുന്നത് എല്ലാ സിറ്റിസൺസിൻ്റെ എന്താ പറയുക, നീഡ്സിനെ ആണെങ്കിലും റൈറ്റ്സിനെ ആണെങ്കിലും റെസ്പെക്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ ഇക്കണോമിക് കണ്ടീഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് എന്താ പറയുക മാറ്റങ്ങൾക്ക് വിധേയമാവാൻ കോൺസ്റ്റിറ്റ്യൂഷൻ വില്ലിങ് ആവുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. അത് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാത്രമാണത് പോസിബിൾ ആവുക. സോറി, ലിവിങ് ഡോക്യുമെന്റ് ആണെന്ന് പറയാം. ലിവിങ് ഡോക്യുമെന്റിൽ മാത്രമാണ് എന്ത് ചെയ്യുക, അത് പോസിബിൾ ആവുക. ഓക്കെ, ദെൻ യെസ്, ഇനി നമുക്ക് ഒന്ന് രണ്ട് MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. It was a dash amendment that included the fundamental duties of the constitution. 42nd amendment ആണ് fundamental duties include ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ open constitution which welcome changes are called flexible constitution ആണ്. Then when was a constitution approved എന്ന് ചോദിക്കുകയാണെങ്കിൽ 1949 November 26 ആണ്. came into effect എന്ന് ചോദിക്കുകയാണെങ്കിൽ came into effect ചോദിക്കുകയാണെങ്കിൽ 1950 January 26 ആണ്, മറക്കരുത്. when was the constitution approved ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, മലയാളം വേണം അല്ലേ. എപ്പോഴാണ് ഭരണഘടന നിലവിൽ വന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ 1950 ആണ്. പക്ഷെ അംഗീകരിക്കപ്പെട്ടത് എപ്പോഴാണ്, 1949 November 26 നിലവിൽ വന്ന 1950 January 26 അതുകൊണ്ട് തന്നെ നമ്മൾ November 26 എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ആയിട്ട്, ഭരണഘടനാ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ January 26 നമ്മൾ എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു, യെസ് നമുക്ക് കാണാൻ പറ്റും, നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വെൻ വാസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ്ഡ് ചോദിക്കുകയാണെങ്കിൽ 1949 ആണ്. അംഗീകരിച്ചത് 1949 കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി. പക്ഷെ അത് നിലവിൽ വന്നത് came into effect ചോദിക്കുകയാണെങ്കിലോ 1950 January 26 മാറിപ്പോരുത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് പറയുന്നത്. നെക്സ്റ്റ് ദ ഫിലോസഫി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തായാലും മക്കളെ സ്കൂളിൽ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നലെ നമ്മുടെ +2 ക്ലാസ് എടുക്കുന്ന സമയത്ത് മക്കൾ പല ആളുകളും ഡിമാൻഡ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, സാറേ 8 മണിക്ക് മുമ്പ് വൈൻഡപ്പ് ചെയ്യും, 7 മണിക്ക് വൈൻഡപ്പ് ചെയ്യാമെന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ അത് പോസിബിൾ അല്ല. കാരണം നമുക്ക് എന്തായാലും ഒരു 7:15 ആകുമ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, മലയാളത്തിൽ പറയാം കേട്ടോ. മലയാളത്തിൻ്റെ എന്താ പറയുക, സ്ലൈഡ്സ് ആഡ് ചെയ്യുന്നില്ല, മലയാളത്തിൽ എന്ത് ചെയ്യാൻ പറയാം കേട്ടോ. ഓക്കെ, then first നമുക്ക് വന്നിട്ടുള്ളത് explain the philosophy of Indian constitution ആണ്. Indian constitution consists of certain moral values and good ideas. These are aims to make a liberal, democratic and egalitarian and secular society. Then so we should have a philosophical approach to identify these moral contents in our constitution. Some of them are follows. നമ്മളോട് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറയുന്നത് എന്താണ്, ഈ പറഞ്ഞതുപോലെ തന്നെ മോറൽ വാല്യൂസും ഗുഡ് ഐഡിയൽസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് മോറൽ അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങളും അതിനെന്താണ് ഗുഡ് ഐഡിയാസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അതിൽ നമ്മൾ പറഞ്ഞ ലിബറൽ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക്, അതുപോലെ തന്നെ ലെഗറിയൻ ആൻഡ് എന്താ പറയുക സെക്യുലർ സൊസൈറ്റി ഒക്കെ ബേഡിയ എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ അധികം എന്ത് ചെയ്തിട്ടുണ്ട്, എന്താ പറയുക പ്രൊവിഷൻസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇൻഡിവിജ്വൽ ഫ്രീഡം, വ്യക്തി സ്വാതന്ത്ര്യത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് ഇൻകോർപ്പറേഷൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുവേഴ്സ് ഇൻഡിവിജ്വൽ ഫ്രീഡം. നമ്മുടെ മൗലിക അവകാശത്തിലൂടെ എന്ത് ഉറപ്പ് വരുത്തുന്നുണ്ട്, യെസ് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉറപ്പ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ്,
Indian Constitution contains certain provisions for the reservation of scheduled caste and scheduled tribes. It also protects the interest of weaker section and minorities in the society. അതായത് ഇന്ത്യൻ ഭരണഘടന കൃത്യമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെതാണെങ്കിലും അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ ആണെങ്കിലും റിസർവേഷനിലൂടെ അവരും കൂടി അപ്ലിഫ്റ്റ് ചെയ്യാൻ ആര് ശ്രമിക്കുന്നുണ്ട്, അവരും കൂടി മെയിൻ സ്ട്രീമിലേക്ക് അല്ലെങ്കിൽ മുഖ്യധാര എന്താ പറയുക മേഖലകളിലേക്ക് കൊണ്ടുവരാൻ എന്താ പറയുക ആര് ശ്രമിക്കുന്നുണ്ട്, നമ്മുടെ ഭരണഘടന ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വീക്കർ സെക്ഷൻസിൻ്റെ അല്ലെങ്കിൽ മൈനോറിറ്റീസിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും അവരെയും മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ ഭരണഘടന ശ്രമിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് കാണാൻ പറ്റും റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ് ഇൻ ഓർഡർ ടു ദ പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ദ ബാക്ക്വേർഡ് ക്ലാസ്സസ്, ട്രൈബൽ പീപ്പിൾ ആൻഡ് മൈനോറിറ്റീസ് ഫ്രം ദ അതർ ഡോമിനന്റ് കമ്മ്യൂണിറ്റീസ് സർട്ടൻ റൈറ്റ്സ് ആർ ഗിവൺ ടു ദം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കും. ന്യൂനപക്ഷങ്ങൾ അതുപോലെ തന്നെ ട്രൈബൽസ് പോലുള്ള ഏരിയാസ് അതുപോലെ ബാക്ക്വേർഡ് ക്ലാസ്സസിനൊക്കെ അവകാശങ്ങൾ സംരക്ഷിക്കുക. അതിനുവേണ്ടി സെപ്പറേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ചില റൈറ്റ്സ് അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഡോമിനന്റ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിക്കുന്ന മേധാവിത്വ വിഭാഗങ്ങളുടെ ആധിപത്യം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഭൂരിപക്ഷങ്ങളുടെ ആധിപത്യത്തിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ വേണ്ടി, മേധാവിത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ ആധിപത്യത്തിൽ നിന്നും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ചില അവകാശങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത സെക്യുലറിസമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് എ റൈറ്റ് ടു റിലീജിയസ് ബിലീഫ്സ് ടു ഓൾ എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു നോട്ട് ഓൺലി ദാറ്റ് ഈച്ച് റിലീജിയസ് കമ്മ്യൂണിറ്റി ഹാവ് ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ദെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മളോട് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ഏതൊരാൾക്കും അവരുടെ മതവും വിശ്വസിച്ച് മുമ്പോട്ട് പോകാം. ഒരു പ്രത്യേക മതം മാത്രം വിശ്വസിക്കുക, നമുക്കൊരു ഒഫീഷ്യൽ റിലീജിയൻ ഉണ്ട്, അങ്ങനെ ഒരു പ്രൊവിഷൻസും ഇന്ത്യൻ ഭരണഘടനയിലില്ല. എല്ലാ മതങ്ങൾക്കും ദെയർ ഓൺ എന്താ പറയുക ഇൻഡിപെൻഡൻസ് ഉണ്ട്. അല്ല ഒരു ഒഫീഷ്യൽ റിലീജിയൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല ഇന്ത്യക്ക് എന്നുള്ളത് റിയാലിറ്റി നമ്മൾ നോക്കുക. എല്ലാ മതങ്ങൾക്കും അവരുടേതായിട്ടുള്ള എന്താ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളായിട്ട് മുമ്പോട്ട് പോവാം എന്നുള്ളതാണ് നമ്മൾ സെക്യുലറിസത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ദെൻ യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ്, ദാറ്റ് മീൻസ് എന്താ പറയുക 18 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും ജാതിയോ മതമോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക ഒരാളുടെ സ്ത്രീ പുരുഷ വ്യത്യാസമോ അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ബർത്ത് എവിടെ ജനിച്ചു എന്നതിൻ്റെ വ്യത്യാസമോ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, വോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഫെഡറലിസം ആണ് വരുന്നത്. ഫെഡറലിസം എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കും ദെൻ അധികാരം വിതരണം ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് എ ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ് ടു ആക്സെപ്റ്റ് ദ ജിയോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് ഓഫ് ഇന്ത്യ. ദെൻ ബേസിക് ബിസൈഡ് സ്പെഷ്യൽ സ്റ്റാറ്റസ് ഈസ് ഗിവൻ ടു സം ഏരിയാസ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദർ ഐഡന്റിറ്റി. നമുക്ക് കാണാൻ പറ്റും ചില ഏരിയാസ് ജമ്മു ആൻഡ് കാശ്മീർ പോലെയുള്ള അല്ലെങ്കിൽ ജിയോഗ്രഫിക്കലി എത്നിസിറ്റി അങ്ങനെയുള്ള കുറച്ച് ഫാക്ടേഴ്സ് നോക്കിയിട്ട് ചില ഏരിയാസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചില പ്രൊവിഷൻസോ അല്ലെങ്കിൽ ചില സെപ്പറേറ്റ് എന്താ പറയുക പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേസമയം തന്നെ നമുക്ക് എന്ത് കാണാം, അല്ലെങ്കിൽ സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. അതേസമയം തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും, എല്ലാ സംസ്ഥാനങ്ങളും ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കേരളം അല്ലെങ്കിൽ തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിൽ അവരുടെ ഭാഷ ഒക്കെ അംഗീകരിച്ചുകൊണ്ട് ഓരോ സംസ്ഥാന ഗവൺമെൻറ്റുകൾ രൂപീകരിക്കാനും അതുപോലെ തന്നെ എല്ലാം എന്താ പറയുക ഒരു സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകളുള്ള അധികാര വിതരണ മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വെർട്ടിക്കൽ പവർ ഷെയറിംഗ് അറേഞ്ച്മെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയാൻ പറ്റും. അതായത് വെർട്ടിക്കലായിട്ടുള്ള ഒരു എന്താ പറയുക അധികാര വികേന്ദ്രീകരണ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. പവർ ഷെയറിംഗ് അറേഞ്ച്മെന്റ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ എന്ത് പറയുന്നത് മോറൽ ആൻഡ് ഗുഡ് വാല്യൂസ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. അതുകൂടാതെ നമ്മൾ ഇത് പ്രാക്ടിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, പോസിബിൾ ആക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ പല ആളുകളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ക്രിറ്റിസം ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന ഫേസ് ചെയ്യുന്ന എന്താ പറയുക വിമർശനങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ക്രിറ്റിസിസം എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബൾക്കി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ബൾക്കി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നൊരു ക്രിറ്റിസിസം വരുന്നുണ്ട്. ദെൻ ദ മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വെർ നോട്ട് ഇലക്ടഡ് ബേസ്ഡ് ഓൺ അഡൽട്ട് ഫ്രാഞ്ചൈസ്. നമുക്ക് കാണാൻ പറ്റും ആ സമയത്ത് അഡൽട്ട് ഫ്രാഞ്ചൈസ് ഉണ്ടായിരുന്നില്ല യൂണിവേഴ്സിൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സ് എന്തല്ല അഡൽട്ട് ഫ്രാഞ്ചൈസിലൂടെ അല്ലെങ്കിൽ പറഞ്ഞ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ സെലക്ട് ചെയ്യപ്പെട്ട ആളുകളല്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് കാണാൻ പറ്റും എല്ലാ ഏരിയാസിലുള്ള ആളുകളും ഉണ്ടായിരുന്നു എന്നുള്ള റിയാലിറ്റി ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു ആർഗ്യുമെന്റ് വരുന്നത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് ഫ്രോം അപ്പർ ക്ലാസ് എന്നുള്ളതാണ്. Then Indian constitution is borrowed constitution, hence it does not reflect the culture of our country. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് ഇതിൽ പല പ്രൊവിഷൻസും പല രാജ്യങ്ങളിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ഓക്കെ ഈ എന്താ പറയുക നമ്മളിപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പല പ്രൊവിഷൻസും അല്ലെങ്കിൽ പല എന്താ പറയുക ഏരിയാസും നമ്മുടെ പല ആശയങ്ങളും പല രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യക്ക് അനുയോജ്യമല്ല എന്നുള്ളതാണ് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ആർഗ്യുമെന്റ്. പക്ഷേ ഇന്ത്യക്ക് അനുയോജ്യമായിട്ട് അതിനെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മാറ്റം വരുത്തിയിട്ടാണ്. ഇപ്പോൾ സെക്യുലറിസം ആണെങ്കിലും വെസ്റ്റേൺ സെക്യുലറിസം ഇന്ത്യൻ സെക്യുലറിസം എല്ലാം ഡിഫറൻസ് ഒക്കെ മക്കൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് അക്സെപ്റ്റബിൾ ആകുന്ന രീതിയിലേക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇത് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെങ്കിലും ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഇത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യൻ സോഷ്യൽ സിറ്റുവേഷനോ ഇന്ത്യൻ കൾച്ചറിനോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിക്കോ എന്താണ് അക്സെപ്റ്റബിൾ ആയതല്ല, ഇന്ത്യൻ ഡിമാൻഡ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ പീപ്പിൾസിൻ്റെ ഡിസയേഴ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നതല്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു എന്താ പറയുക ക്രിറ്റിസിസം കൂടി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇടാ, what is the political philosophy of the Indian constitution എന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫി എന്താണെന്നാണ് ചോദിക്കുന്നത്. ഹായ്ഡാ, ഗുഡ് മോർണിംഗ്. യെസ്, മലയാളത്തിൽ കൂടി പറയുന്നുണ്ട് കേട്ടോടാ. യെസ്, ആരുടേത്? സുനീർ എസ്, വലിയൊരു പേരാണല്ലോ. ഓക്കെ, then the political philosophy is contained in preamble. The most important precious part of the constitution is the preamble. It is the key to the constitution and the yardstick to measure it. Then the philosophical and fundamental features of the constitution are uncovered in the preamble. The social and economic goals are also seen here. Then the Indian constitution is not a mere book of rules. It contains moral values and viewpoints. It has a political philosophy of its own. Then the ideas in constitution should be in the background of the discussions that took place in constitutional assembly. ഇവിടെ നമ്മൾ പറയുന്നത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക ബുക്ക് ഓഫ് റൂൾസ് മാത്രമല്ല, അതിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അതിൻ്റെ പ്രയാമ്പിൾ തന്നെ കൃത്യമായിട്ടും അതിൻ്റെ മോറൽ വാല്യൂസും വ്യൂ പോയിന്റ്സും ഒക്കെ ആഡ് ഓൺ ചെയ്തുകൊണ്ട് ഏറ്റവും പെർഫെക്റ്റ് ആക്കിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ തുടങ്ങുന്നുണ്ട് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ടും റിപ്പബ്ലിക് എന്താണ്, ഡെമോക്രസി എന്താണ്, അല്ലെങ്കിൽ എന്താ പറയുക സോഷ്യലിസം എന്താണ്, ഇക്വാലിറ്റി എന്താണ്, ജസ്റ്റിസ് എന്താണ്, ഇതിനൊക്കെ പ്രയോറിറ്റി കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ നമ്മളൊരു മോറൽ വാല്യൂസ് കൂടി എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടും ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്നത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും. Then which article provide the privileges of special status to the northeastern states of Nagaland എന്ന് ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 371A ആണ് ഈ ചാപ്റ്ററിന്റെ MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഇങ്ങനെയുള്ളതാണ്. Then the idea of preamble is borrowed from USA ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ നമുക്ക് കാണാൻ പറ്റും which of the following fundamental rights has been ensured to the citizen of India. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ടു ഫോം അസോസിയേഷൻ ഓർ യൂണിയൻസ് ആണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, then the preamble was to the first time amended, 42nd amendment ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. യെസ്, ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക വൺ വേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കുകയാണെങ്കിൽ വാട്ട് ഇസ് ദ നീഡ് ഓഫ് പൊളിറ്റിക്കൽ ഫിലോസഫി ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് നോട്ട് ഓൺലി ഫ്രെയിംവർക്ക് ഓഫ് ഗവൺമെന്റ് ബട്ട് ഓൾസോ ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് സോഷ്യോ ഇക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ ഫോർ വിച്ച് ഇറ്റ് നീഡ് ഡയറക്ഷൻസ് ആൻഡ് the direction is provided by political philosophy. It is because we need a political philosophy for every constitution. It is the political philosophy that shows the path and helps the society and government to set the subjective and values. ഇവിടെ നമ്മൾ പറയുന്നത് എല്ലാ ഭരണഘടനയിലും പൊളിറ്റിക്കൽ ഫിലോസഫി കൃത്യമായിട്ടും പ്രൊവൈഡ് ചെയ്തിരിക്കണം. കാരണം ഇതെന്ത് മാത്രമല്ല ഒരു ലീഗൽ ഫ്രെയിം വർക്ക് മാത്രമല്ല, ഒരു സോഷ്യോ ഇക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ കൂടിയാണ് നമ്മുടെ ഭരണഘടന കൃത്യമായിട്ടും എന്ത് ചെയ്യുന്നത് അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയും വാല്യൂസും ഒബ്ജക്റ്റീവ്സും ഒക്കെ എന്ത് ചെയ്തിരിക്കണം കൃത്യമായിട്ടും ആഡ് ചെയ്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് വേണം പൊളിറ്റിക്കൽ ഫിലോസഫി കമ്പൾസറി ആണ് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് കാണാൻ പറ്റും. ദെൻ നമ്മൾ നേരത്തെ ചോദിച്ചത് ഇങ്ങനെ വരാം, അതായത് എന്താണ് എക്സ്പ്ലെയിൻ ദ ക്രിറ്റിസിസം ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അൺവൈഡ്ലി ആണ് എന്ന് പറയുന്നുണ്ട്, അൺറെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്, ഏലിയൻ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം അൺവൈഡ്ലി ഇൻ നേച്ചർ. നമ്മൾ നോക്കുന്ന സമയത്ത് ദ ക്രിറ്റിസിസം ആർഗ്യൂ ദാറ്റ് ദി സ്റ്റേറ്റ് ഡോക്യുമെന്റ് ഷുഡ് ബി compact. In India many statements are included. Then a single document and this has made the document somewhat larger size ആണ്. അതുകൊണ്ട് അൺവൈഡ്ലി ആണ് എന്നുള്ളതാണ് അവിടെ വരുന്നത്. നാച്ചുറലി അൺവൈഡ്ലി ആണ്, അത് ലാർജർ സൈസ് ആണ് നമുക്ക് കാണാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം അൺറെപ്രസെൻറ്റേറ്റീവ് നേച്ചർ ആണ് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് വെൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വാസ് ഫോംഡ് ഡിഡ് നോട്ട് ഹാവ് അഡൽട്ട് ഫ്രാഞ്ചൈസ് ആൻഡ് ദ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ക്രൈം ഫ്രം അപ്പർ ക്ലാസ് എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഇസ് ട്രൂ ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വാസ് നോട്ട് എ റെപ്രസെൻറ്റഡ് ഇൻ നേച്ചർ നമുക്ക് കാണാൻ പറ്റും. ഇനി മറ്റൊന്ന് പറയുന്നത് ഏലിയൻ ഡോക്യുമെന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ തേർഡ് ക്രിറ്റിസിസം ലെവൽഡ് അഗെയിൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദാറ്റ് ഇറ്റ് ഈസ് ഓൾ ബോറോഡ് ആർട്ടിക്കിൾ ബൈ ആർട്ടിക്കിൾ ഫ്രം വെസ്റ്റേൺ കൺട്രീസ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കൾച്ചറിന് റിഫ്ലക്ട് ചെയ്യുന്നതല്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഈ ഒരു കൈൻഡ് ഓഫ് ടോപ്പിക്സ് ആയിരിക്കും നമുക്ക്
വരുന്നത്. ഇനി ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് വരാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ കോണ്ടന്റ് ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്കൽ ഫിലോസഫി എന്നുള്ളതാണ്. ഇന്ത്യൻ പൊളിറ്റിക്കൽ ഫിലോസഫി നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ഫ്രീഡം, സോഷ്യൽ ജസ്റ്റിസ്, റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി ആൻഡ് മൈനോറിറ്റി, സെക്യുലറിസം, യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസി, നാഷണൽ ഐഡന്റിറ്റി, ഫെഡറലിസം ഒക്കെയാണ് വരുന്നത്. അതിൽ ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് വെരി മച്ച് കൺസേൺഡ് ഓൺ പേഴ്സണൽ ലിബർട്ടി. നമ്മുടെ ഭരണഘടന കൃത്യമായിട്ടും നമ്മുടെ ഭരണഘടന എന്താ പറയുക സമിതി അല്ലെങ്കിൽ സഭ കൃത്യമായിട്ടും എന്തിനെ കുറിച്ച് ബോധേഡാണ്, ഈ പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് ബോധേഡാണ്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ഫ്രീഡം അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സോഷ്യൽ ജസ്റ്റിസ് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ പറയുന്ന എന്താ പറയുക ലൈക്ക് റിസർവേഷൻ എല്ലാം എൻഷൂർ ചെയ്തുകൊണ്ട് ബാക്ക്വേർഡ് ക്ലാസ്സസിനെയും അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ് എന്താ പറയുക ഷെഡ്യൂൾഡ് കാസ്റ്റിനൊക്കെ എന്ത് ചെയ്യണം, സോഷ്യൽ ജസ്റ്റിസ് എൻഷൂർ ചെയ്യണമെങ്കിൽ അപ്ലിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് കൃത്യമായിട്ട് ബോധേഡായിരുന്നു. കാരണം സോഷ്യൽ ജസ്റ്റിസ് എൻഷൂർ ചെയ്യാൻ വേണ്ടി റിസർവേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ട്സ് ഈക്വൽ റെസ്പെക്ട് എമംഗ് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ആണ്. എല്ലാ കമ്മ്യൂണിറ്റീസിനും ഈക്വലി ആണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ റൈറ്റ് ടു ഇക്വാലിറ്റി ആണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിലെ ഫസ്റ്റ് റൈറ്റ് വരുന്നത്. അവിടെ ഇറസ്പെക്റ്റീവ് ഓഫ് ദർ കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ, റിലീജിയൻ എല്ലാ ആളുകളും എന്താ പറയുക ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തന്നെ എല്ലാ ആളുകൾക്കും ഈക്വലി എന്ത് ചെയ്യാൻ പറ്റും, ലോ ആക്സസ് ചെയ്യാനുള്ള പവറും അതില്ലെങ്കിൽ റൈറ്റും അലോ ചെയ്യുന്നുണ്ട്. ദെൻ സെക്യുലറിസം ആണ്. ഇന്ത്യ ഇസ് എ സെക്യുലർ സ്റ്റേറ്റ്, നോ ഒഫീഷ്യൽ റിലീജിയൻ, നോ സ്പെഷ്യൽ പ്രിവിലേജസ് ആർ ഗിവൻ ടു മെമ്പേഴ്സ് ഓഫ് എനി പെർട്ടിക്കുലർ റിലീജിയൻ. ഇന്ത്യക്ക് എന്തില്ല, ഒരു മതവുമില്ല. അതുപോലെ തന്നെ ഒരു മതവും ഇല്ല എന്ന് പറയുമ്പോൾ ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ട് ഒരു മതവും നമ്മുടെ രാജ്യത്തിനില്ല. അതുപോലെ തന്നെ ഒരു മതത്തിൻ്റെയും എന്താ പറയുക ഒരു സ്പെഷ്യൽ പ്രിവിലേജസ് അല്ലെങ്കിൽ പ്രത്യേക പരിഗണന നമ്മുടെ ഭരണഘടന എവിടെ കൊടുക്കുന്നില്ല, നമ്മുടെ രാജ്യത്ത് കൊടുക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അടുത്ത് വരുന്നത് യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ് ആണ്. അതായത് 18 വയസ്സ് കഴിഞ്ഞാൽ ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, വോട്ടിനുള്ള അവകാശം ഉണ്ടെന്നുള്ളതാണ്. ആർട്ടിക്കിൾ 326 ഇത് എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അടുത്ത് വരുന്ന ഫെഡറലിസം ആണ്. പവർ ഓഫ് ദ ഗവൺമെന്റ് ഈസ് ഷെയർഡ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് എന്നുള്ളതാണ്. ഗവൺമെന്റിന്റെ അധികാരം എന്ത് ചെയ്യും, കേന്ദ്ര ഗവൺമെന്റിനും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റുകൾക്കും വിതരണം ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് ഇന്ത്യയിലുള്ളത്. അതുപോലെ നമ്മൾ പറയുന്നുണ്ട് സ്പെഷ്യൽ കെയർ ഈസ് ഗിവൺ ടു ദ ഇഷ്യൂസ് ആൻഡ് ദ ഡിമാൻഡ്സ് ഓഫ് സർട്ടൻ ഏരിയാസ്. അപ്പോൾ 3 ലിസ്റ്റഡ് സബ്ജക്ട്സിലാണ് നമുക്ക് അത് എന്ത് ചെയ്തിട്ടുള്ള നമ്മളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നത്. 3 ലിസ്റ്റഡ് സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അതാണ് നമ്മൾ ലെജിസ്ലേറ്റീവ് ലിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നതാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഈസ് നാഷണൽ ഐഡന്റിറ്റി ആണ് നമ്മൾ പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എയിംസ് ടു റിട്ടൈൻ ദ നാഷണൽ ആൻഡ് റീജിയണൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് പീപ്പിൾ. ഇറ്റ് ഓൾസോ ട്രൈ ടു ബാലൻസ് ഓഫ് ദീസ് സെറ്റ്സ് ഓഫ് ഐഡന്റിറ്റി. അതായത് നാഷണൽ ഐഡന്റിറ്റി വി ആർ ദ ഇന്ത്യൻസ്, ദെൻ റീജിയണൽ ഐഡന്റിറ്റി വി ആർ ദ മലയാളീസ് എന്നുള്ള പോലെയുള്ള റീജിയണൽ ഐഡന്റിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ടും എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്തുകൊണ്ട് പോകാനാണ് ഇന്ത്യൻ ഭരണഘടനാകർത്താക്കളാണെങ്കിലും ഇന്ത്യൻ ഭരണഘടനയാണെങ്കിലും ശ്രമിക്കുന്നത്. അതിൽ അൾട്ടിമേറ്റ് ആയിട്ട് വരുന്നത് നാഷണൽ ഐഡന്റിറ്റി തന്നെയാണ്. നമ്മൾ ഇന്ത്യക്കാരാണെന്നുള്ള നമ്മുടെ ആ ഒരു സിറ്റിസൺഷിപ്പ് തന്നെയാണ് അവിടെ വരുന്നത്. ദെൻ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഈ ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ പൊളിറ്റിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മുടെ ചാപ്റ്റർ വരുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്താണ് പൊളിറ്റിക്സ്, വാട്ട് ഇസ് പൊളിറ്റിക്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അത് നമുക്ക് കാണാൻ പറ്റും. ദ വേർഡ് പൊളിറ്റിക്സ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ അരിസ്റ്റോട്ടിൽ, who is the father of political science. The Greek polis means related to city and it is formed in this word. Then politics came, then it actually means that the idea regarding the administration of the city-states of ancient Greece. In the modern period, politics is political art. Okay, നമ്മളോട് പറയുന്നത് ആക്ച്വലി ഇത് വന്നിട്ടുള്ളത് പൊളിറ്റിക്സ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, ഗ്രീക്ക് ആയിട്ടുള്ള പോലീസ് എന്നുള്ളതാണ്. അതിന് മീൻസ് എന്താണ്, സിറ്റി ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ സിറ്റി സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്. ഗ്രീസിലൊക്കെ ആൻഷ്യൻ ഗ്രീസിലൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അരിസ്റ്റോട്ടിലാണ് ഈ ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഫാദർ ഓഫ് പൊളിറ്റിക്സ് എന്നറിയപ്പെടുന്ന, പൊളിറ്റിക്കൽ സയൻസ് എന്നറിയപ്പെടുന്ന. ദെൻ പൊളിറ്റിക്സ് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ആർട്ടിലേക്ക് എന്ത് ചെയ്തിട്ട് മാറുന്നുണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ലെങ്തി ക്വസ്റ്റ്യനിലേക്ക് ആണെങ്കിൽ വാട്ട് ഇസ് പൊളിറ്റിക്കൽ തിയറി ആൻഡ് വാട്ട് ഡു വി സ്റ്റഡി ഇൻ പൊളിറ്റിക്കൽ തിയറി. എന്താണ് പൊളിറ്റിക്കൽ തിയറി, എന്താണ് നമ്മൾ പൊളിറ്റിക്കൽ തിയറിയിലൂടെ പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ തിയറി എക്സാമിൻസ് ബേസിക് വാല്യൂസ്, ഐഡിയാസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഷേപ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ, governments and social life in a systematic manner. Then it clarifies the meaning and the significance of concepts such as freedom, equality, justice, democracy, secularism and so on.
Thus, the objective of political theory is to train citizens to think rationally about the political questions and assess the political events of our time. ഇവിടെ നമ്മൾ പറയുന്ന പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഫ്രീഡം, ഇക്വാലിറ്റി, ജസ്റ്റിസ്, ഡെമോക്രസി അല്ലെങ്കിൽ സെക്യുലറിസം പോലുള്ള കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടും ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസിനാണെങ്കിലും അല്ലെങ്കിൽ പൊളിറ്റിക്കലി റാഷണലി ആളുകളെ തിങ്ക് ചെയ്യാൻ എന്ത് ചെയ്യുക, capable ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. Then political theory trains citizens to think rationally about political questions and assess political events of our time. Then political theories represent the meanings and interpretation of the political ideas. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഇപ്പോൾ റൈറ്റ്സ് guarantees by our constitution are continually being reinterpreted in response to new circumstances. ഇവിടെ നമ്മൾ പറയുന്നതാ, ഇപ്പൊ നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന പല അവകാശങ്ങളുണ്ട് അല്ലേ, അതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ലെങ്കിൽ, ഓക്കെ, നമുക്കൊരു ഐഡിയ ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ റാഷണലി തിങ്ക് ചെയ്യുക, പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മുടെ ഇടപെടലുകൾ ഇവിടെ ഉണ്ടായിരിക്കണം, പൊളിറ്റിക്സ് ഉണ്ടായിരിക്കണം. അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ പൊളിറ്റിക്കൽ തിയറി എന്ത് ചെയ്യേണ്ടത്, പഠിക്കുന്നത്. ദെൻ വാട്ട് യു മീൻ ബൈ പൊളിറ്റിക്കൽ തിയറി, എന്താണ് സാറേ പൊളിറ്റിക്കൽ തിയറി, ഇതൊന്നും അറിയാതെ നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് നമുക്ക് പല ആളുകളും ചോദിക്കാറുണ്ട്. അപ്പോൾ സ്റ്റഡി അബൌട്ട് മാൻ, ദെൻ studies regarding administration and government, അതുപോലെ തന്നെ സ്റ്റഡീസ് അബൌട്ട് പൊളിറ്റിക്കൽ ഡൈനാമിക്സ്, അതുപോലെ തന്നെ സ്റ്റഡീസ് അബൌട്ട് പൊളിറ്റിക്കൽ ഫിലോസഫി, അതുപോലെ തന്നെ സ്റ്റഡീസ് അബൌട്ട് ഇന്റർനാഷണൽ റിലേഷൻസ് ഒക്കെയാണ് നമ്മൾ പൊളിറ്റിക്കൽ തിയറിയിലൂടെ പഠിക്കുന്നത്. പൊളിറ്റിക്കൽ തിയറി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ പറയുന്ന മാൻ ആൻഡ് ഇറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ, ഗവൺമെൻറ്, പൊളിറ്റിക്കൽ ഡൈനാമിക്സ്, പൊളിറ്റിക്കൽ ഫിലോസഫി, ഇന്റർനാഷണൽ റിലേഷൻസ്, ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ തിയറിയുടെ ഭാഗമാവുന്നത് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഈ ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. വാട്ട് യു മീൻ ബൈ പൊളിറ്റിക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ വാട്ട് ഡു വി സ്റ്റഡി ഇൻ പൊളിറ്റിക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ വൈ ഷുഡ് വി സ്റ്റഡി പൊളിറ്റിക്കൽ തിയറി നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ വാട്ട് യു മീൻ ബൈ പൊളിറ്റിക്കൽ തിയറി നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ലെങ്തി ക്വസ്റ്റ്യൻസ് വരാണെങ്കിൽ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പൊളിറ്റിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, എന്താണ് പൊളിറ്റിക്സും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള ഡിഫറൻസ്, ഇത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് ലെങ്തി ക്വസ്റ്റ്യൻസ് വരാണെങ്കിൽ വരാൻ പോസിബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തന്നെ പൊളിറ്റിക്കൽ തിയറിയും ഇമ്പോർട്ടൻ്റ് ആണ്, പൊളിറ്റിക്കൽ തിയറി എന്നുള്ള ഏരിയയും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പൊളിറ്റിക്സ് പറയുമ്പോൾ പൊളിറ്റിക്സ് മേ ഹാവ് ഡിഫറെൻറ്റ് ഐഡിയാസ് ടു ബി ആർഗ്യൂഡ് അപ്പോൺ. പൊളിറ്റിക്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് വൺസ്. Then politics is sometimes considered to be what politicians to do, but it's associated with the teams due to the false commitments, etc. Then politics promotes the interest of an individuals by all manners ആണ് പറയുന്നത്. ഓക്കെ, നമ്മൾ പൊളിറ്റിക്സ് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്ന പൊളിറ്റീഷ്യൻസ് എന്താണോ ചെയ്യുന്നത് അതാണ് പൊളിറ്റിക്സ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് പൊളിറ്റിക്സ് പ്രൊമോട്ട്സ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ബൈ ഓൾ മീൻസ് ആണ്. എല്ലാ രീതിയിലും ഇൻഡിവിജ്വൽസിന് എന്താ പറയുക, നീഡ്സ് എന്താണോ, ഇൻട്രസ്റ്റ് എന്താണോ അത് പ്രൊമോട്ട് ചെയ്യുകയാണ് പൊളിറ്റിക്സിലൂടെ ആക്ച്വലി ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് പൊളിറ്റിക്സിനെ കുറിച്ചുള്ളത്. ഇനി പൊളിറ്റിക്കൽ സയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ ഐഡിയാസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. പൊളിറ്റിക്കൽ സയൻസ് ഷേപ്സ് ദ ഗവൺമെന്റ് ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ ആസ് വെൽ മാനേർഡ് വേ. ദെൻ political science examines the defections, false commitment and false promises made by politicians. Political science examines the validity of concept of equality, justice, freedom, democracy, secularism. Then the philosophers in political science can be generate new ideas, mold society. ഇവിടെ നമ്മൾ പറയുന്നത് പൊളിറ്റിക്സ് നമ്മൾ പറഞ്ഞു, പക്ഷെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സയന്റിഫിക് സ്റ്റഡി അബൌട്ട് ദ പൊളിറ്റിക്കൽ ഐഡിയാസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പൊളിറ്റീഷ്യൻസ് കൊടുക്കുന്ന കുറേ അധികം എന്തുണ്ടാവും, പ്രോമിസസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫാൾസ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. ഇതൊക്കെ കൃത്യമായിട്ടും എന്താണ് അനലൈസ് ചെയ്യുക എന്നുള്ളത് പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് എക്സാമിൻ ചെയ്യുന്ന മറ്റ് ഏരിയാസ് പറയുന്നത് ഈക്വാലിറ്റി, ജസ്റ്റിസ്, ഫ്രീഡം, ഡെമോക്രസി, സെക്യുലറിസം പോലുള്ള കോൺസെപ്റ്റ് അത് കൃത്യമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൊസൈറ്റിയിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നുണ്ടോ, അതിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ട്, അതിന് എത്രത്തോളം ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്, അത് എത്രത്തോളം ഡിനൈ ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ് ഡേ ടു ഡേ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സോഷ്യൽ ചേഞ്ചസിനനുസരിച്ച് പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ് പുതിയ ഏരിയാസ്, പുതിയ എന്താ പറയുക മേഖലകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ പറ്റും. പൊളിറ്റിക്കൽ സയൻസ് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു ചെറിയൊരു സെർട്ടൈൻ ഏരിയാസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് അല്ല. ഇപ്പം നമ്മുടെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനിലാണെങ്കിലും ഡേ ടു ഡേ സോഷ്യൽ സിറ്റുവേഷൻസിലാണെങ്കിലും ഡേ ടു ഡേ പൊളിറ്റിക്കൽ കണ്ടീഷനിലാണെങ്കിലും മാറ്റം വരുന്നതിനനുസരിച്ച് പൊളിറ്റിക്കൽ സയൻസിൻ്റെ മേഖലകൾ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഈ ചാപ്റ്ററിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി തിയററ്റിക്കൽ ആയിട്ടുള്ള ആപ്സ്.
അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിയറീസ് ആയിരിക്കില്ല മക്കൾക്ക് മേ ബി. അതായത് ഡയറക്റ്റ് ആയിട്ട് മക്കൾക്ക് ഡൈജസ്റ്റ് ആവുന്ന കൈൻഡ് ഓഫ് തിയറീസ് ആയിരിക്കില്ല ഈ ചാപ്റ്ററിൽ കൂടുതലും എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് എന്താ പറയുക, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി കുറച്ച് ഒരു എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ സോഷ്യോളജി അതിലൊക്കെ ഓൾമോസ്റ്റ് ഈ കൈൻഡ് ഓഫ് എന്തുണ്ട് എന്താ പറയുക പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തിയറീസ് കുറേ ഉണ്ട്. അപ്പോൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിലേക്ക് മക്കൾ മൈൻഡ് സെറ്റ് വന്നിട്ടുണ്ടാവും. ഹ്യൂമാനിറ്റീസ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്നിട്ടുണ്ടാവും. കുറേ അധികം തിയറീസ് ഉണ്ടാവും, ഈ കൈൻഡ് ഓഫ് തിയറീസ് ഉണ്ടാവും, ഡിഫറെൻറ്റ് ആളുകളുടെ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഉണ്ടാവും. അതൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിഫറെൻറ്റ് തിയറീസ് പഠിക്കുന്നു, ടോട്ടലി കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. പക്ഷേ കൊമേഴ്സിൽ മക്കളെ സംബന്ധിച്ചിടത്തോളം കൊമേഴ്സിൽ നമ്മൾ ഇങ്ങനെയുള്ള തിയറീസ് പൊളിറ്റിക്കൽ സയൻസിലാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി കൺഫ്യൂസ്ഡ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ടും ഫോളോ ചെയ്യുക. ചില ചാപ്റ്റേഴ്സ് അത്ര ഈസിലി നമുക്ക് ഡൈജസ്റ്റ് ആവുന്ന ചാപ്റ്റേഴ്സ് അല്ല. എസ്പെഷ്യലി ഇതൊക്കെ നമുക്ക് എന്താ പറയുക, കുറച്ച് എഴുതാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ, കുറച്ച് കത്തിച്ച് എഴുതാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ വളരെ കത്തിച്ച് എഴുതാൻ പറ്റിയ ടോപ്പിക്സ് ആണ്. അറ്റ് ദ സെയിം ടൈം കുറച്ച് കത്തിച്ച് എഴുതാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, കോംപ്ലിക്കേറ്റഡ് ആവുന്ന ഏരിയാസ് കൂടിയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് ചാപ്റ്റർ, ഫ്രീഡം. ഫ്രീഡത്തിലേക്ക് വരുമ്പോടാ what is mean by social constraints? Are constraints necessary for enjoying freedom എന്നാണ് ചോദിക്കുന്നത്. എന്താണ് സോഷ്യൽ കൺസ്ട്രെയിൻസ്? ഈ പറയുന്ന ഫ്രീഡം ഈ പറയുന്ന എന്താണ്, ഫ്രീഡം എൻജോയ് ചെയ്യാൻ കൺസ്ട്രെയിൻസ് നെസസറി ആണോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ ദി മെമ്പർ ഓഫ് സൊസൈറ്റി വേർ ദർ ആർ ഓൺലി വെരി ലിമിറ്റഡ് കൺസ്ട്രെയിൻസ്, then the individuals can develop their capacities due to fullest extent, then such a society will be called a free society. Then the constraints on liberty may be in the forms of external or control or dominance. As a result, social evils like casteism also there can be controls for freedom. Serious economic inequalities in the society can be also bring in such controls. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡോമിനൻസ് ഒക്കെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുക. കൺസ്ട്രെയിൻസ് പറയുമ്പോൾ സോഷ്യൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നിയന്ത്രണങ്ങളാണ്, സാമൂഹിക നിയന്ത്രണങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിതൗട്ട് കൺസ്ട്രെയിൻസ് നമുക്ക് നമ്മുടെ കപ്പാസിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, നിയന്ത്രണങ്ങളുടെ അഭാവത്തിലൂടെ നമുക്ക് നമ്മുടെ കപ്പാസിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് കാണാൻ പറ്റുന്നത് നിയന്ത്രണങ്ങൾ ഇല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ആ സൊസൈറ്റിയിൽ എക്സ്പ്ലോയിറ്റേഷൻ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ കണ്ടീഷനിൽ കുറച്ച് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, അതിലേക്കായിരിക്കും കൂടുതൽ എന്ത് വരാം, ഈ ചോദ്യം വരാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു ഏരിയയിലേക്ക് പോകുന്നതായിരിക്കും, ലെങ്തി ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു ഏരിയയിൽ നിന്ന് വരാം. നോക്കടാ, നമുക്ക് ഫസ്റ്റ് വേർഡ് ഫ്രീഡം. എന്താണ് ഫ്രീഡം നമുക്ക് നോക്കാം. ഫ്രീഡം എന്ന് പറയുമ്പോൾ ഫ്രീഡം ഇൻ ഇറ്റ്സ് റെസ്ട്രിക്റ്റഡ് സെൻസ്, ഇറ്റ്സ് ആബ്സെൻസ് ഓഫ് കൺസ്ട്രെയിൻസ് ആണ്. ഓക്കെ, ഒരു റെസ്ട്രിക്റ്റഡ് സെൻസിൽ ഫ്രീഡം നോക്കുന്ന സമയത്ത് നിയന്ത്രണങ്ങളുടെ അഭാവമാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. But in our social life and some forms of social constraints are necessary. നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സോഷ്യൽ ലൈഫിൽ certain kinds of constraints ഇല്ലെങ്കിൽ എന്തായിരിക്കും, നിയന്ത്രണങ്ങളില്ല. ഞാൻ പറയട്ടെടാ, ഇപ്പം നമുക്കൊരു നിയമവും ഇല്ല, നിയന്ത്രണവും ഇല്ല, നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമുക്കൊരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, ഇവിടെ എന്ത് കൂടുതൽ നടക്കൂടാ, ഇവിടെ കുറേ അധികം എന്താണ് അക്രമങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നടക്കും അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും, സം കൺസ്ട്രെയിൻസ് ആർ നെസസറി. ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. ഓക്കെ, ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്, പക്ഷെ കംപ്ലീറ്റ് എന്താ പറയുക നിയന്ത്രണങ്ങളുടെ ആവശ്യമില്ല. പക്ഷെ ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ആവശ്യമാണ് എന്ന് എന്ത് ചെയ്യാം മക്കൾ ആലോചിക്കാം. Then, but in our social life, some forms of social constraints are necessary. In its positive dimension, freedom is about expanding the ability of the people to freely express themselves and develop their potential. In this sense, freedom is conditions in which the people can develop their creativity and capabilities. നമ്മൾ പറയുന്നത് ഫ്രീഡം എന്ന് പറയുമ്പോൾ നമ്മുടെ എബിലിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അതിനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഫ്രീഡത്തിലൂടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം നമ്മുടെ സ്കില്ലാണെങ്കിലും നമ്മുടെ പേഴ്സണാലിറ്റി ആണെങ്കിലൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ക്രിയേറ്റീവായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റീസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അതിന് കുറച്ച് നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. അതായത് ഇത്രയേ ഉള്ളൂടാ. ഇപ്പം നമുക്ക് ഫ്രീഡം ഇല്ലെങ്കിൽ, ഒരു സിമ്പിളായിട്ട് എക്സാമ്പിൾ അറിയാം, ഫ്രീഡം ഇല്ലെങ്കിൽ ഓക്കെ ക്ലാസ് കഴിയാൻ എത്ര ടൈം ഉണ്ട് സാർ? പിന്നെ നമുക്ക് കുറച്ചേ ഉള്ളൂ, നമുക്കൊരു 10-12 ക്വസ്റ്റ്യൻസും കൂടി കഴിഞ്ഞ് നമ്മുടെ ചാപ്റ്റർ ഈ ഒരു ടോപ്പിക് കഴിയും കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 7 മുമ്പായിട്ട് നമ്മൾ ക്ലാസ് ചെയ്യും കേട്ടോ. 7 അല്ലെങ്കിൽ 7 ആകുമ്പോൾ കഴിയും കേട്ടോ, 7:30 ആകുമ്പോൾ കഴിയും കേട്ടോ. യെസ്, അവിടെ നമ്മൾ പറയുന്നത് ഇപ്പം നമുക്ക് ഫ്രീഡം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു കഴിവുണ്ട്, നിങ്ങൾക്കൊരു സ്കില്ലുണ്ട്, അത് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂടാ, ഇല്ല. അപ്പോൾ നിങ്ങൾക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഫ്രീഡം ഉള്ളതുകൊണ്ട് മാത്രമാണ്.
ഓക്കെ, ഫ്രീഡം ഇല്ല. നിങ്ങളോട് പറയുന്നത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൽ എന്താണ്, അതവിടെ എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്യാൻ പറ്റാതെ അത് എന്ത് ചെയ്യും, അതവിടെ ഒതുങ്ങിപ്പോകും. പക്ഷെ നമ്മുടെ സ്കില്ലാണെങ്കിലും നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി ആണെങ്കിലൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഫ്രീഡം എന്ന് പറയുന്നത് നെസസറി ആണ്. അറ്റ് ദ സെയിം ടൈം അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രീഡം ആണോ, അല്ല. അപ്പോൾ നമുക്ക് പല കൈൻഡ് ഓഫ് സ്കില്ലുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ പല കൈൻഡ് ഓഫ് സ്കില്ല് ചിലപ്പോൾ ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് പോയേക്കാം. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വേണം, സെർട്ടൈൻ കൺസ്ട്രെയിൻസ് വേണം. അപ്പോൾ അത് മറ്റുള്ള ആളുകളെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാതിരിക്കാൻ അവിടെ എന്ത് വേണം, ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. ഓക്കെ, ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഫ്രീഡം എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് കൺസ്ട്രെയിൻറ്റ്, ഈ നിയന്ത്രണങ്ങളുടെ അഭാവത്തെയാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ആവശ്യമാണ്. അതർവൈസ് എന്ത് ചെയ്യും, ഇവിടെ ഈ പറയുന്ന സൊസൈറ്റിയുടെ എക്സിസ്റ്റൻസിനെ അത് ബാധിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സാർ കാപ്പി കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലടാ, കുടിച്ചിട്ടില്ല. ആഫ്റ്റർ ദ ലൈഫ് സെഷൻ കുടിക്കട്ടാ. യെസ്. ഇനി ഇവിടെ നമുക്ക് ഒരു ഇന്ത്യൻ കോൺസെപ്റ്റിലേക്കൊക്കെ ഈ ഒരു ഏരിയ വരുന്ന സമയത്ത് what do you know about Swaraj and summarize Gandhiji's ideas about Swaraj എന്നൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എന്താണ് എന്താ ഫുള്ളും എന്താ പറയുക, നമ്മുടെ ക്ലോസപ്പിൻ്റെ പരസ്യമായോ? യെസ്, എല്ലാം വട്ടപ്പാട്ടിനെ കളിക്കുന്നവരുണ്ട് അല്ലേ. ഓക്കെ, കുറേ തലകൾ വരുന്നുണ്ട്. യെസ്. അപ്പോൾ വാട്ട് യു നോ അബൌട്ട് സ്വരാജ് ആൻഡ് സമ്മറൈസ് ഗാന്ധിജീസ് ഐഡിയാസ് അബൌട്ട് സ്വരാജ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് കാണാൻ പറ്റും, ഫസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ ഫ്രീഡം എന്നുള്ളത് നമ്മൾ സ്വരാജ് എന്നുള്ള ഒരു ടേമിലൂടെയാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡ്യൂറിങ് ദ ഫ്രീഡം മൂവ്മെന്റിലൊക്കെ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ആൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ കോൺസെപ്റ്റ് റിഗാർഡിംഗ് ദ ഫ്രീഡം. സ്വ മീൻസ് സെൽഫ് ആൻഡ് Raj means meaning rule. Swaraj is combination of these words. It means self-rule. However, Gandhi's concept Swaraj, it had its own meaning. In his book Hind Swaraj, he explained his concept of Swaraj. Gandhi believed that the Swaraj means self-control. It's only when we learn to rule ourselves there will be Swaraj. ഇവിടെ ഗാന്ധിയുടെ അഭിപ്രായത്തിൽ ഇപ്പം സ്വരാജ് എന്നുള്ള നമ്മൾ പറയുന്നത് സെൽഫ് റൂൾ എന്നൊരു കോൺസെപ്റ്റാണ്. പക്ഷെ ഗാന്ധിയുടെ അഭിപ്രായത്തിൽ എന്താണ്, സെൽഫ് കൺട്രോൾ എന്നൊരു കോൺസെപ്റ്റാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. അതിനെ അദ്ദേഹം പറയുന്നത്, നമ്മൾ ഈ പറയുന്ന ഔട്ട്സൈഡേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് തുരത്തി ഓടിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് പോസിബിൾ ആവൂ എന്നൊരു ഐഡിയ ആണ് ആര് മുമ്പോട്ട് വെച്ചത്, ഗാന്ധിജി മുമ്പോട്ട് വെച്ചത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്വരാജ് ഈസ് നോട്ട് മിയർ ഫ്രീഡം, ഇറ്റ് ഈസ് എ ഫ്രീഡം ഓഫ് റിക്ലൈം ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് that destroy human virtues, then a person's self-esteem, his sense of responsibility and to ensure his fulfillment. Gandhi believed that the attainment of Swaraj, a person's individuality and its relation with the community and society play a crucial role. ഇവിടെ നമ്മൾ പറയുന്നത് സ്വരാജ് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്ന ഔട്ട്സൈഡേഴ്സിനെ ഇവിടുന്ന് തുരത്തി ഓടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയും നമ്മുടെ കമ്മ്യൂണിറ്റിയും എന്താ പറയുക, നമ്മുടെ റിലേഷൻ വിത്ത് കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റിയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു കോൺസെപ്റ്റാണ് ആര് മുമ്പോട്ട് വെക്കുന്നത്, നമ്മുടെ ഗാന്ധിജി സ്വരാജിനെ കുറിച്ച് മുമ്പോട്ട് വെക്കുന്നത്. ദെൻ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് MCQ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ്. അപ്പോൾ നെയിം ദ ഓതർ ഓഫ് ഓട്ടോബയോഗ്രഫി ഓഫ് നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേലയുടെ ഓട്ടോബയോഗ്രഫി ലോങ് വാക്ക് ടു ഫ്രീഡം എന്നുള്ളതാണ്. ഇവിടെ മാച്ച് ഓഫ് ഫോളോയിങ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാ. ഓക്കെ, then mention any two aspects of freedom. ഫ്രീഡത്തിന്റെ രണ്ട് ആസ്പെക്ട്സ് മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞത്. പോസിറ്റീവ് ഉണ്ട്, അതുപോലെ നെഗറ്റീവ് ആസ്പെക്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഹാം പ്രിൻസിപ്പിൾ റിലേറ്റഡ് ആയിട്ട് ഇവിടുന്ന് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ വാട്ട് യു മീൻ ബൈ ഹാം പ്രിൻസിപ്പിൾ, എന്താണ് നിങ്ങൾ ഹാം പ്രിൻസിപ്പിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ പറ്റും ജോൺ സ്റ്റുവർട്ട് മില്ലാണ്, ജെസ് മില്ലാണ് ഹാംസ് പ്രിൻസിപ്പിൾ. അതും കൂടി എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് ഓൺ ലിബർട്ടി എന്നാണ്, അതും കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ നമുക്ക് എന്തിൽ വന്നിട്ടുണ്ട്. യെസ്, ടോപ്പ് ഫാനായിട്ട് എന്താ ഉപകാരം, എല്ലാവരും ചായ കുടിച്ചോ? എല്ലാവരും ചായ കുടിച്ചിട്ടില്ല. ഓ, ടോപ്പ് ഫാൻ ആക്കാനാണോ? ഓക്കെ ഓക്കെ, അപ്പോൾ തിരിച്ചു വരാം. അപ്പോൾ ലിബർട്ടി എന്നുള്ളതാണ് നമ്മുടെ ജെസ് മില്ലിന്റെ ബുക്കിന്റെ പേര്. അപ്പോൾ അത് പഠിച്ചു നോക്കുക. ആംസ് പ്രിൻസിപ്പൾ മുമ്പോട്ട് വെച്ചത് ആരാണ്, ജെസ് മില്ലാണ്. അതും പഠിച്ചു നോക്കുക. MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാൽ ആൻസർ ചെയ്യാനുള്ളതാണ്. ദെൻ ഹി ഡിവൈഡ് ഹ്യൂമൻ ആക്ഷൻസ് ഇൻ ടു സെൽഫ് റിഗാർഡിംഗ് ആൻഡ് അതർ റിഗാർഡിംഗ്. ഹ്യൂമൻ ആക്ഷൻസിനെ സെൽഫ് റിഗാർഡിംഗ് എന്നും അതർ റിഗാർഡിംഗ് എന്നും ഇങ്ങനെ രണ്ടായിട്ടാണ് ആര് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ജെസ് മില്ല് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ജോൺ സ്റ്റുവർട്ട് മില്ല് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദ പ്രിൻസിപ്പിൾ ഓഫ് ഹാം പ്രിൻസിപ്പിൾസ് വാസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ജെസ് മില്ല്. ഓക്കെ, അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. യെസ്, ഓക്കെ. Then self-regarding actions പറയുമ്പോൾ affect self
ബട്ട് അതർ റിഗാർഡിംഗ് ആക്ഷൻസ് പറയുമ്പോൾ അഫക്ട്സ് അതേഴ്സ് ടു. അതായത് നമ്മുടെ ഒരു ആക്ടിന്റെ റിസൾട്ട് നമ്മളെ മാത്രം ബാധിക്കുന്നതാണെങ്കിൽ അത് സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻ. ഇപ്പം ഞാൻ വണ്ടി ഓടിച്ചു പോയി ഒരു മരത്തിൽ ഇടിക്കുന്നുണ്ടെങ്കിൽ അത് സെൽഫ് റിഗാർഡിംഗ് ആക്ഷനാണ്. ഞാൻ വണ്ടി ഓടിച്ചു പോയി മറ്റൊരാളുടെ വണ്ടിയിലെ മേലെ ഇടിക്കുന്നുണ്ടെങ്കിൽ അത് അതർ റിഗാർഡിംഗ് ആക്ഷൻ. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷന്റെ റിസൾട്ട് നമ്മളെ മാത്രമാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ സെൽഫ് റിഗാർഡിംഗ് ആക്ഷൻ എന്നും, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ റിസൾട്ട് ബാക്കിയുള്ള ആളുകൾ കൂടി ഫേസ് ചെയ്യണമെങ്കിൽ അത് അതർ റിഗാർഡിംഗ് ആക്ഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ഷൻസ്, സച്ച് ആക്ഷൻസ് ഷുഡ് ബി റെസ്ട്രിക്റ്റഡ്. ദിസ് ഈസ് ദ ലോജിക് ഓഫ് ഹാം പ്രിൻസിപ്പിൾ. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ഷൻസ് എന്ത് ചെയ്തിരിക്കണം? റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ജെ.എസ്. മിൽ പറയുന്ന ഹാം പ്രിൻസിപ്പിളിന്റെ മെയിൻ ആയിട്ടുള്ള ലോജിക്ക് നമുക്ക് കാണാൻ പറ്റും. then നേരത്തെ ഞാൻ പറഞ്ഞാണ് കൺസ്ട്രൈൻസിനെ കുറിച്ചുള്ള ഒരു ലെങ്തി ക്വസ്റ്റ്യൻ വരും എന്നുള്ളത്. ആ ഒരു ഏരിയക്ക് പോവാം. യെസ്, what is meant by social constraints and are constraints are necessary for enjoying freedom? ഇത് കുറച്ച് ലെങ്തി ആയിട്ട് എന്ത് ചെയ്യാം? യെസ്, questions are നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ the members of society where there are only very limited constraints, the individuals can develop their capacities to fullest extent. Such a society be called a free society. The constraints on liberty can be in the forms of external control or dominance. As a result, social levels like casteism also there be control for freedom. Serious economic inequalities in the society can also bring in such controls. Why does controls became necessary? എന്തുകൊണ്ടാണ് നമുക്ക് കൺട്രോൾസ് നെസസറി ആവുന്നത്? യെസ്, വി കാൻ ലിവ് ഇൻ ദിസ് വേൾഡ് വിതൗട്ട് സം കൈൻഡ് ഓഫ് കൺട്രോൾസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ സൊസൈറ്റിയിൽ ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, ദർ വിൽ ബി എ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ among the people regarding the ideas and the concepts. There can be hundreds and one reasons for having difference in the society. These differences may lead to open confrontation. People may fight on the roads as they drive. ഇവിടെ നമ്മൾ പറയുന്നത് ഏതൊരു സ്ഥലങ്ങളിലും എന്തുണ്ടാവും? പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ? ജനങ്ങളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. അത് ഒരു കോൺഫ്ലിക്റ്റിലേക്കോ അല്ലെങ്കിൽ കോൺഫ്രണ്ടേഷനിലേക്കോ പോയേക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? യെസ്, ഒബ്വിയസ്ലി ഈ പറഞ്ഞ കൺസ്ട്രൈൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ വേണം. അപ്പോൾ there can be quarrels about the parking space. There can be a fight regarding house or land. There can be difference of opinion even about presenting on a drama. Things like this can lead to the conflict, physical violence and even murder. Therefore, as said, like arguments and control violence, every society need some kinds of control mechanism. An ideal society is one in which people can retain their ideas and by making their own conditions live as they wish. ഇവിടെ നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ കുറച്ച് എക്സ്ട്രീം ലെവലിലേക്ക് പോയേക്കാം, മേർഡർ സംഭവിച്ചേക്കാം, ഇപ്പോൾ എന്തൊരു പ്രശ്നങ്ങളെ കുറിച്ചും തർക്കങ്ങൾ ഉണ്ടായേക്കാം, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കൺസ്ട്രെയിൻസ് ആർ നെസസറി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കൺട്രോൾ മെക്കാനിസം ആവശ്യമാണ്. നമ്മൾ ഇവിടെ ആണെങ്കിൽ സോഷ്യൽ കൺട്രോളും ലീഗൽ കൺട്രോളും അല്ലെങ്കിൽ ഒഫീഷ്യൽ ആൻഡ് അൺഒഫീഷ്യൽ ആയിട്ടുള്ള കൺട്രോൾ മെക്കാനിസം ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ നമ്മളെ ലീഗലി നമുക്ക് പണിഷ്മെന്റ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന നമുക്ക് സോഷ്യലിയും എന്ത് ചെയ്യുന്നുണ്ട്? പണിഷ്മെന്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ കൺസ്ട്രെയിൻസ് ആർ നെസസറി ഇൻ സർട്ടൈൻ ഏരിയാസ്. അറ്റ് ദ സെയിം ടൈം കംപ്ലീറ്റ് കൺട്രോൾ അല്ല ഉദ്ദേശിക്കുന്നത് കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇടാം. Then we are going to our next chapter, equality. Okay, equality നമ്മൾ നോക്കുകയാണെങ്കിൽ prepare a note on equality of opportunities. Equality of opportunities നെ കുറിച്ച് അതിൻ്റെ ഒരു ചാപ്റ്ററും കൂടിയേ ഉള്ളൂ. equality of opportunities നെ കുറിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 7:30 എന്ന് പറയുന്ന ബൗണ്ടറി മേ ബി കുറച്ച് വൈകിയേക്കട്ടാ. യെസ്, എന്നാലും കുഴപ്പമൊന്നുമില്ല, മക്കളായിരിക്കും അല്ലേ? ഓക്കെ, ഒരു മിനിറ്റ് ഇടാ. ഓക്കെ, എൻ്റെ ഒരു ചാപ്റ്ററും കൂടി ഇക്വാലിറ്റി കഴിഞ്ഞാൽ ഒരു ചാപ്റ്ററും കൂടിയല്ലോ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റിസും കൂടി നമുക്ക് ഇത് കഴിഞ്ഞാൽ എടുക്കാറുള്ളൂ. ഇൻ ദ 16th article of the Indian Constitution, the principle of equality of opportunities is mentioned. It means equal opportunities should be given to the citizens in the government services, education institutions, etc. without any discrimination. All citizens are also given the right to vote on the basis of universal adult franchise. They have the right to contest in elections and hold public offices. In all these, there are equal opportunities. നമുക്ക് കാണാൻ പറ്റുന്ന ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ഇപ്പോൾ നമുക്ക് എല്ലാ ആളുകൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്
ഓക്കെ. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോബ്സ് നമുക്ക് അറ്റൈൻ ചെയ്യാനാണെങ്കിലും ഗവൺമെൻറ് സർവീസസ് നമുക്ക് അറ്റൈൻ ചെയ്യുകയാണെങ്കിലും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസാണ്. അത് അറ്റൈൻ ചെയ്യോ ഇല്ല എന്നുള്ളതൊക്കെ വേറെ ഡിപ്പെൻഡ് ആണ്. നമ്മളിപ്പോൾ നമ്മുടെ കപ്പാസിറ്റിയും നമ്മുടെ എന്താ പറയുക എബിലിറ്റിക്ക് അനുസരിച്ചാണ് നമുക്ക് ഗവൺമെൻറ് ജോബ്സ് കിട്ടുമോ ഇല്ല എന്നുള്ളതൊക്കെ. പക്ഷേ എല്ലാ ആളുകൾക്കും PSC എക്സാമിനേഷൻ എഴുതാം. എല്ലാ ആളുകൾക്കും ഗവൺമെൻറ് കോളേജിലാണെങ്കിലും സ്കൂൾസിലാണെങ്കിലും എന്ത് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷനും അതിനെന്ത് ചെയ്തില്ല ഇല്ലാതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ വോട്ട് ചെയ്യാനുള്ള അധികാരം അവകാശം എല്ലാ ആളുകൾക്കും ഈക്വലിയാണ് കിട്ടുന്നത്. ഇലക്ഷൻ മത്സരിക്കാനുള്ള അവകാശം ഇതൊക്കെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസിന്റെ ഭാഗമാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Then what is the liberal position on equality? എന്താണ് ലിബറൽ പൊസിഷൻ ഓൺ ഇക്വാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇൻ എ സൊസൈറ്റി ദ എഫിഷ്യന്റ് ആൻഡ് ജസ്റ്റ് മീൻസ് ഓഫ് distributing resource and reward is competition. A nation should ensure that all are given a minimum standard of life and equal opportunities. അതുപോലെ തന്നെ there will be no inequality when competition is open and free. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ആർ നോട്ട് മ്യൂച്വലി കണക്റ്റഡ് നമുക്ക് കാണാൻ പറ്റും. ദെൻ മാർക്സിന്റെ വ്യൂ എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ. പോയിന്റ് എടുത്ത് മാർക്സിയൻ എന്താ പറയുക മാർക്സിയൻ പൊസിഷൻ ഓഫ് ഇക്വാലിറ്റി നമ്മൾ നോക്കുമ്പോൾ മാർക്സിസ് റെഫ്യൂസ് ടു ആക്സെപ്റ്റ് ദ കോൺസെപ്റ്റ് ഓഫ് നാച്ചുറൽ ഇക്വാലിറ്റി. നാച്ചുറൽ ഇക്വാലിറ്റി എന്നുള്ള കോൺസെപ്റ്റിനെ മാർക്സ് റിഫ്യൂസ് ചെയ്യുന്നതാണ്. റീസൺ നോക്കുന്നത് മോസ്റ്റ് ഓഫ് ദ സോഷ്യൽ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൻഇക്വാലിറ്റീസ് എക്സിസ്റ്റിംഗ് ഇൻ ഹ്യൂമൻ റിലേഷൻ today and today are historically created. They are therefore not natural since they are humanly created. They can be solved by human efforts. ഇവിടെ മാർക്സ് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഇക്വാലിറ്റി ഈ പറയുന്ന രീതിയിൽ എന്താണ് നാച്ചുറൽ ഇക്വാലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് പോസിബിൾ ആവണമെങ്കിൽ നമ്മൾ ഹ്യൂമൻ മെയ്ഡ് ആണ്. പല ഇൻഇക്വാലിറ്റീസ് ആണെങ്കിലും ഹ്യൂമൻ മെയ്ഡ് ആണ്, നമ്മളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഹാവ് ആൻഡ് ഹാവ് നോട്ട്, ഉള്ളവരും ഇല്ലാത്തവരും, ഇത് തമ്മിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇതൊക്കെ ആര് ക്രിയേറ്റ് ചെയ്യുന്നതാണ്? നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഹ്യൂമൻ ബീയിങ്സ് ആണ് ചെയ്യുന്നത്, അത് ക്രിയേറ്റ് ചെയ്യുന്നത്. Then in this origin of these inequalities comes from the division between mental and physical efforts and from the division between primary producers and owners of the production. The division of labor led to the formation of two important classes. One class exploited and other one നമുക്ക് കാണാൻ പറ്റും. എക്സ്പ്ലോയിറ്റഡ് ക്ലാസ്സും അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസും എന്ത് ചെയ്യുന്നുണ്ട്? ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Therefore the Marxists, the problem of the abolition of inequality is primarily the problem of the abolition of class dominance, exploitation and class distinction. Only in a society where there is no class distinction can be inequality. The social control theory of such society will be not each person according to his ability but each person according to his needs. ഇവിടെ നമ്മൾ പറയുന്നത് മാർക്സ് പറയുന്നത് സോഷ്യൽ ഡിവിഷൻസ് ആണ് ഇൻഇക്വാലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോഷ്യൽ ഡിവിഷൻസ് ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവുന്നില്ല? ഇൻഇക്വാലിറ്റീസ് ഉണ്ടാവുന്നില്ല. സോഷ്യൽ ഡിവിഷൻസ് ഇല്ലാതാവും മാത്രമേ ഇൻഇക്വാലിറ്റീസ് ഇല്ലാതാവുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഹാവ് ആൻഡ് ഹാവ് നോട്ട്, അല്ലെങ്കിൽ ഉള്ളവരും ഇല്ലാത്തവരും പണിയെടുക്കേണ്ടവരും മുതലാളിയും ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻസ് ഇല്ലെങ്കിൽ മാത്രമേ അവിടെ ഈക്വാലിറ്റി പോസിബിൾ ആവൂ എന്നൊരു കോൺസെപ്റ്റാണ് ആരും മുമ്പോട്ട് വെക്കുന്നത്, മാർക്സ് മുമ്പോട്ട് വെക്കുന്നത്. The next question, what do you mean by absolute equality? എന്താണ് absolute equality എന്നാണ് ഉദ്ദേശിക്കുന്നത്? Absolute or complete equality is an impossible concept. Man, even by nature, is not equal in physical and mental abilities. There are a difference among people in body structure, capabilities, attitudes, and likings, etc. Then Alexei felt that since people's needs capabilities are different, then it is impossible to behave with them equally. The needs and capabilities of mathematicians are not the same in brick makers. Then therefore it's not possible to see or consider them equally. ഇവിടെ നമ്മൾ പറയുന്നത് absolute equality is not possible because absolute equality എന്ന് പറയുമ്പോൾ ആളുകളെല്ലാം എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അവരുടെ എന്താ പറയുക ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ കാപ്പബിലിറ്റീസ് ആണെങ്കിലും ആറ്റിറ്റ്യൂഡ്സ് ആണെങ്കിലും അവരുടെ ഇൻട്രസ്റ്റ് ആണെങ്കിലും ഒക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ absolute equality എന്നുള്ളൊരു കോൺസെപ്റ്റ് പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. absolute equality എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇക്വാലിറ്റിയാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. Then നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് മീൻ ബൈ ഇക്വാലിറ്റി? എക്സ്പ്ലെയിൻ ദ 3 dimensions ഓഫ് ഇക്വാലിറ്റി എന്നുള്ളത്. അപ്പോൾ ഇക്വാലിറ്റി മീൻസ് ഓൾ ഹ്യൂമൻ ബീയിങ്സ് ഹാവ് ഈക്വൽ വർത്ത് റിഗാർഡ്ലെസ് ഓഫ് ദ കളർ, ജെൻഡർ, റേസ് ഓർ നാഷണാലിറ്റി. All human beings deserve equal consideration and respect. Hence they are entitled same rights and opportunities to develop the skills and talents
there are mainly 3 dimensions of equality which must just equal our society. ഇവിടെ നമ്മൾ പറയുന്നത് എല്ലാ ആളുകളും ഇറസ്പെക്റ്റീവ് ഓഫ് ദർ കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ, റിലീജിയൻ, കളർ, റേസ്, നാഷണാലിറ്റി, എല്ലാ ആളുകളും എന്ത് ചെയ്യാണ്, എല്ലാ ആളുകളും ഹ്യൂമൻ ബീയിങ്സ് ആണ് എന്നുള്ളൊരു തിങ്ങാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈക്വലി ട്രീറ്റ് ചെയ്യപ്പെടേണ്ട ഹ്യൂമൻ ബീയിങ്സ് ആണ് എന്നുള്ള, എല്ലാ ആളും ഈക്വൽ വേർത്ത് ഉള്ള ഹ്യൂമൻ ബീയിങ്സ് ആണെന്നുള്ളതാണ് നമ്മൾ ഇക്വാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ 3 ഡയമെൻഷൻസ് നോക്കുന്ന സമയത്ത് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി. Political equality means that all citizens have equal voice in the government and equal access to all offices of the government. It involves the right to vote, right to contest elections, right to hold the public offices, right to criticize the government. ഇതൊക്കെ പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയിൽ വരുന്നതാണ്. അതായത് ഇത്രയുള്ള എന്താണ് ഈ പറയുന്ന ഈക്വൽ വോയിസ് ആണ്. ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനും എല്ലാ സിറ്റിസൺസും ഈക്വൽ വോയിസ് ആണ്. അതിലൂടെയാണ് റൈറ്റ് ടു വോട്ട് വരുന്നത്, കണ്ടസ്റ്റ് ഇലക്ഷൻസ് വരുന്നത്, റൈറ്റ് ടു ഹോൾഡ് പബ്ലിക് ഓഫീസസ് വരുന്നത്, റൈറ്റ് ടു ക്രിറ്റിസൈസ് ദ ഗവൺമെന്റ് വരുന്നത്. അപ്പോൾ ഇതെന്താണ് നമ്മുടെ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ആണ്. ദെൻ സോഷ്യൽ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ social equality means all are enjoying equal status and equality opportunities in the society. There is no discrimination. ഇവിടെ എന്താ പറയുക, ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ, കാസ്റ്റിൻ്റെയോ ജെൻഡറിൻ്റെയോ റിലിജിയൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല. സോഷ്യൽ ഇക്വാലിറ്റീസ് കൺസേൺ that inequalities are the creation of the society. So that the state should have a significant role to prevent discrimination against neglected section of the society. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഇനീക്വാലിറ്റീസിനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയാണ് ഇനീക്വാലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, ഈ പറയുന്ന ഗവൺമെന്റിനാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റ് കൃത്യമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഇനീക്വാലിറ്റീസും ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസ് ഓഫ് കാസ്റ്റും റിലീജിയനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അബോളിഷ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. In economic നമ്മൾ നോക്കുന്ന സമയത്ത് economic equality means that all should enjoy the wealth of the state equally. It means economic resource of a country should not be concentrated in few hands. It argued that the state should ensure minimum standard of living to all equal opportunities for all. It involves equal opportunity in education and employment, equal pay for equal work, abolition of poverty. അതായത് കുറച്ച് ആളുകളിലേക്ക് മാത്രം എന്താണ്, കുറച്ച് ആളുകളിലേക്ക് മാത്രം വെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഈക്വലി എല്ലാ ആളുകൾക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇക്കണോമിക് ഇക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യുക, ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മിനിമം ലിവിംഗ് കണ്ടീഷനെങ്കിലും എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യുക, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, അതുപോലെ തന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് എഡ്യൂക്കേഷനും എംപ്ലോയ്മെന്റും കൊടുക്കുക, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, ഒരു എന്താ പറയുക തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുക്കുക, അതുപോലെ തന്നെ പോവർട്ടി സിറ്റുവേഷൻ, ദാരിദ്ര്യം എന്ത് ചെയ്യുക, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക അല്ലെങ്കിൽ പോവർട്ടി അബോളിഷ് ചെയ്യുക, ഇതൊക്കെയാണ് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത്. ദെൻ we are going to our last chapter, social justice-ലേക്ക് നമ്മൾ പോവാണ്. സോഷ്യൽ ജസ്റ്റിസ് കൂടി കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞു കേട്ടോ. What do you mean by social justice? Social justice means that all and the members of the society were equals. Social justice ensures that all people in the nation are given equal opportunities and equal consideration. Social justice does not approve any discrimination on the basis of religion, caste, color or gender. അതായത് നമ്മളോട് പറയുന്ന എല്ലാ ആളുകളും ഈക്വലി ട്രീറ്റ് ചെയ്യുക. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഓൾ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ആർ ഈക്വൽ എന്നുള്ളതാണ്. സൊസൈറ്റിയിലെ എല്ലാ മെമ്പേഴ്സും എന്താണ്, ഈക്വൽ എന്നുള്ളതാണ്. എല്ലാ ആളുകളും അവിടെ എന്തില്ല, ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷനും പാടില്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വെയിറ്റഡാ. ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് വാട്ട് യു മീൻ ബൈ സോഷ്യൽ ജസ്റ്റിസ് നമ്മൾ പറഞ്ഞു. വാട്ട് ഈസ് മീൻ ബൈ ജസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, എന്താണ് ജസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഒന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇൻ സം സൊസൈറ്റീസ് സീരിയസ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇൻഇക്വാലിറ്റീസ് ആർ പ്രൊവൈലിംഗ്. In such society, social justice demand not only an equal treatment in terms of laws and policies, but also quality of life conditions and opportunities. It concerns a just distribution of goods and service among different sections in the society. So it is necessary to redistribute some of the important resources of the society. This is known as a just distribution. This is seen as necessary for each person to be able to pursue his or her objectives and express himself. So നമ്മൾ പറയുന്നത് ലീഗലി നമ്മൾ എത്രത്തോളം ഈ പറയുന്ന ഇക്വാലിറ്റി എൻഷുർ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും അവിടെ സോഷ്യൽ ജസ്റ്റിസ് എന്തെങ്കിലും പലപ്പോഴും അത് പോസിബിൾ ആവുന്നില്ല. ഓക്കെ, പലപ്പോഴും ഇക്കണോമിക്കലും സോഷ്യലും ഇനീക്വാലിറ്റീസ് അവിടെ ഉണ്ട്, നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇനീക്വാലിറ്റീസ് റെഡ്യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്താണ്, നമ്മൾ ഈ പറയുന്ന രീതിയിൽ ജസ്റ്റ്
ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ എന്താ പറയുക, ഗുഡ്സ് ആണെങ്കിലും സർവീസസ് ആണെങ്കിലും ഡിഫറെൻറ്റ് സെക്ഷൻ ഓഫ് സൊസൈറ്റിയിലേക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള, വെൽത്ത് ഫ്യൂ ഹാൻഡ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ എന്ത് ചെയ്യുക, എല്ലാ ആളുകൾക്കും അവരുടെ എസെൻഷ്യൽ കമോഡിറ്റീസ് എങ്കിലും കൺസ്യൂം ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ പറയുന്ന വെൽത്ത് അല്ലെങ്കിൽ ഗുഡ്സ് ആണെങ്കിലും സർവീസസ് ആണെങ്കിലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then can you identify the situation where social justice is denied in our society? If yes, point out such situations ആണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നമ്മൾ പറയുന്നത് there are many situations in the modern period where social justice is denied. The law of self-financing institutions, which was passed by the Kerala Assembly, was to ensure social justice based on the merits as well as wealth. But the private management of Kerala got a court order to in their favor in the name of minority rights and the torpedoed self-financing laws. Then the government have been trying their best through legislation to ensure social justice. Here are some important steps. ഇവിടെ നമ്മൾ പറയുന്നത് ഇപ്പോൾ കേരള ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ള ഒരു ലോ ആണ്, കേരള അസംബ്ലി എൻഷുർ ചെയ്തിട്ടുള്ള സോഷ്യൽ ജസ്റ്റിസ് ബേസ്ഡ് ഓൺ മെറിറ്റ്സ് ആസ് വെൽ ആസ് വെൽത്ത് എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. അതിൽ നമ്മൾ പറയുന്നത് ഫോർ പീപ്പിൾ ബിലോ പോവർട്ടി ലൈൻ BPL റൈസ് സപ്ലൈഡ് 1 കിലോ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റൈസൊക്കെ 1 രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന എന്താ പറയുക അതിനുള്ള ഒരു പോസിബിലിറ്റി റേഷൻ കാർഡ് ത്രൂ BPL കാർഡ് ത്രൂ ഒക്കെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്കോളർഷിപ്പ് സ്കീംസ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ടു അപ്ലിഫ്റ്റ് മെമ്പേഴ്സ് ഓഫ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബ്സിനൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, കുറേ അധികം ഈ പറയുന്ന സ്കീംസും സ്കോളർഷിപ്പും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടു റെഡ്യൂസ് ഇൻഇക്വാലിറ്റീസ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ ദർ ആർ ടാക്സേഷൻ പോളിസീസ്. അതുപോലെ തന്നെ പുവർ ആർ ഗിവൺ ടു സെർട്ടൻ എസെൻഷ്യൽ കമോഡിറ്റീസ് സച്ച് ആസ് സബ്സിഡി പ്രൈസിനൊക്കെ പുവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സബ്സിഡീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എസെൻഷ്യൽ കമോഡിറ്റീസിന്. ദെൻ ദർ ഇസ് എ കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് സ്കീം, കോംപ്രഹെൻസീവ് അല്ല ഇൻഷുറൻസ് സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലൂടെയൊക്കെ മാക്സിമം എന്താണ് ഈ പറയുന്ന സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാൻ, അതായത് സോഷ്യൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യാൻ ആര് ശ്രമിക്കുന്നുണ്ട്, ഗവൺമെൻറ്റുകൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, then next question. Who is the author of the theory of justice? Philosopher John Rawls ആണ് ജസ്റ്റിസ് എന്നുള്ള തിയറിയുടെ ഓഥർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തന്നെ ഇൻ എ സൊസൈറ്റി വേർ ദർ ആർ ക്ലാസ് ഡിസ്റ്റിങ്ഷൻ ദർ വിൽ ബി നോ സോഷ്യൽ ജസ്റ്റിസ്. ഒരു ക്ലാസ് ഡിസ്റ്റിങ്ഷൻ ഉണ്ടെങ്കിൽ ആ സൊസൈറ്റിയിൽ എന്തില്ല, സോഷ്യൽ ജസ്റ്റിസ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് പ്രിൻസിപ്പിൾ ഓഫ് കൺസിഡറിങ് ഈക്വൽ ആസ് ഈക്വൽ ഈസ് ഓൾസോ കോൾഡ് ന്യൂമറിക്കൽ ജസ്റ്റിസ് എന്നാണ്. ഈക്വൽസിന് ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പ്രിൻസിപ്പിൾ നമ്മൾ പറയുന്നത് ന്യൂമറിക്കൽ ജസ്റ്റിസ് എന്നാണ് പറയുന്നത്. ദെൻ ഹൂ റോട്ട് റിപ്പബ്ലിക് എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്ലേറ്റോ, എ ഫേമസ് ഫിലോസഫർ ഓഫ് ഗ്രീസ്, റോട്ട് ദ റിപ്പബ്ലിക് എന്നുള്ള ബുക്ക് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഹൂ വാസ് ഇമാനുവൽ കാന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇമാനുവൽ കാന്റ് ഇസ് എ ജർമ്മൻ ഫിലോസഫർ ഹൂ ഗേവ് ഡ്യൂ ആൻഡ് ഈക്വൽ കൺസിഡറേഷൻ ടു ഓൾ ഇൻഡിവിജ്വൽസ് ആണ് നമുക്ക് ഇമാനുവൽ കാന്റിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നമുക്ക് കാണാൻ പറ്റും. ദെൻ നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാ, government has taken several steps to achieve social justice. In your opinion, what are those steps to be taken by the government to attain social justice? ഇവിടെ നമ്മൾ പറയുന്നത് ഗവൺമെന്റ് എന്തൊക്കെ സ്റ്റെപ്സ് ആണ്, റേഷനിങ് സിസ്റ്റംസ്, അതുപോലെ തന്നെ കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് സ്കീം, അതുപോലെ തന്നെ ലോൺ ടു ഫാമേഴ്സ് വിതൗട്ട് ഇൻട്രസ്റ്റ്, അൺഎംപ്ലോയ്മെന്റ് വേജസ്, ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം സോഷ്യൽ ജസ്റ്റിസ് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ എൻഷുർ ചെയ്യാൻ ആര് ശ്രമിക്കുന്നുണ്ട്, ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, then do we need economic reforms led to violation of social justice? Do new economic reforms lead to violation of social justice? Give your opinion എന്നാണ് പറയുന്നത്. ഓൾമോസ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Yes, they to do. Some economic reforms can be cause the denial of justice. നമ്മൾ പറയുകയാണെങ്കിൽ it is in the open market of free competition, rural industries and small scale producers and merchants can survive the competition from large scale monopolies. There are also situations in which the ordinary people become slaves to the consumer culture because of the easy loans. Common people easily got in the debt trap. ഇവിടെ നമ്മൾ പറയുന്നത് ന്യൂ ഇക്കണോമിക് റീഫോംസ് ഒബ്വിയസ്ലി എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, എന്താ പറയുക,
വയലേഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആണ്. എന്താണെന്ന് പറഞ്ഞാൽ മാർക്കറ്റിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കൈൻഡ് ഓഫ് ഈ പറയുന്ന ഇൻഡസ്ട്രീസും കടന്നു വരുമ്പോൾ കോമ്പറ്റീഷൻ കുറച്ചും കൂടി എന്ത് ചെയ്യും, എക്സ്ട്രീം ലെവലിലേക്ക് പോകും. അപ്പോൾ ലാർജ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ എന്ത് ചെയ്യും, അവിടെ മോണോപ്പൊളി ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് അവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനൊന്നും സർവൈവ് ചെയ്യാൻ പറ്റാത്തവരും, അതുകൂടാതെ ലോൺസ് ഒക്കെ ഈസിലി ആളുകൾക്ക് അവൈലബിൾ ആവുന്നതിലൂടെ കോമൺ പീപ്പിൾസ് ഒക്കെ വലിയ രീതിയിൽ എന്ത് ചെയ്യും, കടബാധ്യതയിലേക്കും കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ ഈ സോഷ്യൽ ജസ്റ്റിസിനെ വയലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്തായാലും നമ്മൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, അതിൽ നമ്പർ ഓഫ് MCQs ഉണ്ടായിരുന്നു. എന്തായാലും മക്കൾക്ക് ഓക്കെ ആണ്, സെറ്റാണ്, റെഡി ആണെങ്കിൽ ഒരു കമൻറ്റ് ഇടാം. ഇതിൽ പല മക്കളും ക്ലാസ്സിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പല മക്കളും ചാറ്റിലൊക്കെയാണ് ഇപ്പോൾ നിലവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ കുറേ മക്കൾ കൃത്യമായിട്ടും ക്ലാസ്സിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക്. പല ആളുകളും ചാറ്റ് ചെയ്യുന്നതിനിടെ കൂടി ക്ലാസ് നോക്കിയിരുന്നല്ലടാ, നല്ല മക്കളാണ്. എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാം ഒരേ സമയം തന്നെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള കഴിവുണ്ട് സാറേ ഞങ്ങൾക്ക് എന്നൊക്കെയാണ് മക്കൾ പറയുന്നതെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ക്ലാസ് ഓക്കെ ആണോ, റെഡി ആണോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും എന്ത് ചെയ്യുക, സ്കൂളിലേക്കൊക്കെ പോകാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അല്ലേ? യെസ്, കുറേ മക്കളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, യെസ്, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ എന്തായാലും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഇത് മാത്രമല്ല നമ്പർ ഓഫ് ചാപ്റ്റേഴ്സിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് അനഘ മിസ്സും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അനഘ മിസ്സിൻ്റെ ക്ലാസ്സൊക്കെ വന്നു തുടങ്ങി, ഒരു ക്ലാസ് കഴിഞ്ഞു. യെസ്, അപ്പോൾ എന്തായാലും ബാക്കി ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് എന്ത് അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. യെസ്, താങ്ക് യു ഓൾ, ബൈ.